അപ്പോൾ ഫിറ്റ്നസിനെ പറ്റി പറയുകയാണെങ്കിൽ വാട്ട് ഈസ് എൻ ഐഡിയൽ, ആരാണ് ഏറ്റവും ഫിറ്റ്? ഇപ്പോൾ മാരത്തോൺ ഓടുന്ന ആളാണെങ്കിൽ ഈ ലുക്സ് വെരി ലീൻ. ഓരോ മസിൽ നമുക്ക് ഇങ്ങനെ കാണാം, ഒട്ടും ബൾക്കപ്പ് അല്ല, ഈസ് വെരി ലീൻ. ഒരു പവർ ലിഫ്റ്റിംഗ് ഉള്ള ആള് കംപ്ലീറ്റ് മസിൽസ്, നല്ല സൈസ് ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്കുള്ള കുറേ ആൾക്കാർ. അപ്പോൾ ഹൂ ഈസ് ആക്ച്വലി ഫിറ്റ്? മസിൽ ടയർ വന്നിട്ടാണ് മസിലിനെ ബിൽഡ് ചെയ്യിപ്പിക്കുന്നതെന്നും അതങ്ങനെയല്ല, മസിൽ ടെൻഷൻ ആണ് മസിൽ ടയർ ആയിട്ട്, അതായത് സ്ട്രോങ് എന്ന് പറഞ്ഞിട്ടൊരു ഇറക്കി കുറച്ച് അങ്ങനെ. പിന്നെ യു സോ ദ സീരീസ് ഓഫ് തിങ്സ്. എന്താ എൻ്റെ ആക്ച്വൽ ആസ് എ പേഴ്സൺ ഹു ഇസ് ബോത്ത് ഇൻ ടു ട്രെയിനിങ് ആസ് വെൽ ആസ് ഇത് ഹോളിസ്റ്റിക് ആയിട്ട് നോക്കുമ്പോൾ യു ആർ എ ബെറ്റർ പേഴ്സൺ ടു കമന്റ് ഓൺ ദിസ്. വാട്ട് യു ഫീൽ അബൌട്ട് ദിസ്? അനന്തം വിത്ത് നല്ല പോലെ പട്ടണി ആണെന്നാൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും, ദാറ്റ് ഇസ് ഗുഡ് എന്നാണ്. ഒന്നും ചെയ്യാത്ത ഒരാളാണെങ്കിൽ പോലും ടു മെയിൻറ്റെയിൻ ദ മസിൽ മാസ് വാട്ട് 0.8 to 1 gram of protein per body weight. 70 കിലോ ഉള്ള ആൾക്ക് 70 ഗ്രാം പ്രോട്ടീൻ. 0.8 to 1, അറ്റ്ലീസ്റ്റ് 70 grams to maintain his muscle mass. ലൈക്ക് നമുക്ക് ഫാറ്റാണ് കുറയ്ക്കേണ്ടത്, വെയിറ്റ് അല്ല. വെയിറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ മസിൽ കുറഞ്ഞാലും വെയിറ്റ് കുറയും, നമ്മളെ ബോൺ ഡെൻസിറ്റി കുറഞ്ഞാലും വെയിറ്റ് കുറയും. ഇത് ഭയങ്കര സിമ്പിൾ സാധനമാണ്. ഉറങ്ങുക, ഫുഡ് കഴിക്കുക, വർക്കൗട്ട് ചെയ്യുക. അതെ. അമൽ ഈസ് ഇൻവോൾവ് ഇൻ ലോട്ട് ഓഫ് ട്രെയിനിങ് ആക്ടിവിറ്റീസ്. ബാഡ്മിൻ്റൺ കോച്ചാണ് ആൻഡ് സ്പോർട്സ്. ലാസ്റ്റ് വീക്ക് യു ഹാഡ് ഡൺ ബാംഗ്ലൂരിൽ ഒരു HAL-ന്റെ എസെൻസി. അപ്പോൾ എന്താ വാട്ട് ഈസ് യുവർ സ്പെക്ട്രം ഓഫ് വർക്ക്? ആക്ച്വലി ഐ എം എ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച്. ഐ ഡൺ മൈ മാസ്റ്റേഴ്സ് ആൻഡ് ഓൾ ഇൻ ഹൈ പെർഫോമൻസ്. ഞാൻ അത്ലീറ്റ്സിനെ ട്രെയിൻ ചെയ്യാറുണ്ട്. ദാറ്റ്സ് വാട്ട് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ്. നോർമൽ പീപ്പിൾസ് റീഹാബ്സ് ഇസ് വാട്ട് ഐ ലവ് മോർ. ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഇസ് മെയിൻലി എസെൻസി, സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് ആൻഡ് റീഹാബ്സ്. സോ ഈ ട്രെയിനിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഹൗ മച്ച് ട്രെയിനിങ് ഈസ് നീഡഡ്, ഹൗ മച്ച് ഈസ് ടു മച്ച്, ഹൗ മച്ച് ഈസ് ടു ലെസ്? എത്ര വർക്കൗട്ട് ചെയ്യണം? എത്ര വർക്ക്? ഇതൊരു മെട്രിക്സിൽ നമുക്കിങ്ങനെ റാൻഡമായിട്ട് എഴുതി പോകാൻ പറ്റുന്ന സാധനമല്ല. ബട്ട് ലൈക്ക് അറ്റ്ലീസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 2 to 3 സ്ട്രെങ്ത് ട്രെയിനിങ് സെഷൻ പെർ വീക്ക്. ഇത് ഞാൻ പറയുന്നതല്ല, റിസർച്ചേഴ്സ് ആൻഡ് സ്റ്റഡീസ് പറയുന്നത്. അഗെയിൻ കാർഡിയോ ഫിറ്റ്നസ് എടുക്കാനാണെങ്കിൽ ഒരു 150 minutes ഓഫ് മോഡറേറ്റ് കാർഡിയക് എക്സസൈസസ്, അല്ലെങ്കിൽ വിഗറസ് ആണെങ്കിൽ ഒരു 75 minutes ഒക്കെയാണ് സ്റ്റഡീസ് പറയുന്നത്. യു ക്യാൻ ഡു എ ബ്ലെൻഡ് ഓഫ് ദിസ് ഇൻ എ വീക്ക്. അത് തന്നെ വെൻ ഇറ്റ് കംസ് ടു എ സ്പോർട്സ് സ്പെസിഫിക് ഇറ്റ് ചേഞ്ചസ്. ഒരു അത്ലീറ്റിനെ സംബന്ധിച്ചോളം അവരുടെ സ്പോർട്ടുമായിട്ട് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ട്രെയിനിങ് സെഷൻ മീറ്റപ്പ് ചെയ്യണം. സോ ഇറ്റ് ചേഞ്ചസ് ഫ്രം എ നോർമൽ ഇൻഡിവിജ്വൽ ടു എൻ അത്ലീറ്റ്. സോ ഇറ്റ് കംസ് അഗെയിൻ ചേഞ്ചസ് ഫോർ എ ഓൾഡർ പീപ്പിൾ. അതുപോലെ തന്നെ ഒരു ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് മാറും. ഇറ്റ്സ് നോട്ട് എ തിയററ്റിക്കൽ നമുക്കൊരു ചുമ്മാ എഴുതി പറഞ്ഞ് ഒരു മെട്രിക്സിൽ പക്ഷേ ബെയർ മിനിമം നേരത്തെ പറഞ്ഞ പോലെ ഒരു 2 to 3 സ്ട്രെങ്ത് ട്രെയിനിങ് സെഷൻ ടു ട്രെയിൻ ദ മസിൽസ് സോ ദാറ്റ് ഒരു 2.5 മണിക്കൂർ ഇൻ എ വീക്ക് കാർഡിയോയും. കാർഡിയോ ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് മസിൽസ് ഓർ സ്ട്രെങ്ത് ട്രെയിനിങ്, അബൌട്ട് ന്യൂട്രീഷൻ ആസ് വെൽ. കാരണം ഒരു നല്ലൊരു ഇതിൽ പോയാലേ രണ്ടും കൂടി മാച്ച് ചെയ്ത് പോവുള്ളൂ. യു ലുക്ക് ഇൻ ന്യൂട്രീഷൻ ഓൾസോ അല്ലേ? അപ്പോൾ വാട്ട് ഈസ് യുവർ അഡ്വൈസ് ഓൺ ന്യൂട്രീഷൻ? അഗെയിൻ ഇറ്റ്സ് എ വെരി പേഴ്സണലൈസ്ഡ് തിങ്. പക്ഷേ നമ്മൾ ഇപ്പം ഞാനാണെങ്കിൽ ഐ ഡിൻ യൂസ് ടു കൗണ്ട് കാലറീസ്. ഇപ്പോൾ നൗ ഐ സ്റ്റാർട്ടഡ്. അപ്പോൾ ഐ റിയലൈസ് ദാറ്റ് ഞാൻ 2000-2500 കാലറി കഴിക്കുന്ന സ്ഥലത്ത് ചില ദിവസങ്ങളിൽ ഞാൻ ഈവൻ 3000 കാലറി വരെയൊക്കെ പോയിരുന്നു. ഐ ഡിൻ നോ. ഞാനത് ട്രാക്ക് ചെയ്തപ്പോൾ എനിക്ക് അറിയുന്നുണ്ടായിരുന്നു. വാട്ട് ഈസ് യുവർ സജഷൻ? കാലറി ട്രാക്കിംഗ് വൺ ഓഫ് ദ ഈസിയസ്റ്റ് വേ. നമ്മൾ എസ്പെഷ്യലി വെൻ സമ്മൺ ഈസ് ഫോക്കസിങ് ഓൺ ഫാറ്റ് ലോസ് എന്നൊക്കെ ആണെങ്കിൽ ബോഡിക്ക് ഒരു ഡിമാൻഡ് ഉണ്ടാവും. ഇത്ര ഡിപ്പെൻസ് അപ്പോൺ യുവർ ആക്ടിവിറ്റി ലെവൽ. നേരത്തെ പറഞ്ഞാൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇൻഡിവിജ്വലൈസ്. ഈ നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്നൊക്കെ പറയും. നമുക്ക് ഒരു ദിവസം എത്ര കാലറീസ് നമ്മുടെ ആക്ടിവിറ്റി, ഹൈറ്റ്, വെയിറ്റ്, ഏജ് ഇതിനനുസരിച്ച് നമുക്കൊരു മിനിമം എത്ര കാലറീസ് വേണമെന്നുണ്ട്. അതായത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും ബോഡി ബേൺ ചെയ്യുന്ന ബേസൽ റേറ്റ്. അതിന് നമ്മളൊരു അത് റെസ്റ്റിംഗ് മെറ്റബോളിക് റേറ്റ് എന്ന് പറയും. ബേസിലേക്ക് വരുമ്പോൾ അഗെയിൻ നമ്മളൊരു വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ, ഓക്കെ 1 to 3 weeks 1 to 3 times വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ, ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ, ഈ പറഞ്ഞ പോലെ മെറ്റബോളിക് ഡിമാൻഡ്സ് വിൽ ബി ഡിഫറെൻറ്റ്. ആ ഡിഫറൻസിൽ തന്നെ ഇപ്പോൾ ഒരാൾ വെയിറ്റ് ലോസ് ഫോക്കസ് ചെയ്യുന്നതാണെങ്കിൽ ഹാസ് ടു ബി ഓൺ എ കാലറി ഡെഫിസിറ്റ്. അപ്പോൾ നമ്മൾ ഡെഫിസിറ്റിലാണോ അല്ലയോ എന്ന് അറിയാൻ വൺ ഓഫ് ദ ഈസിയസ്റ്റ് വേസ് ട്രാക്കിംഗ് യുവർ കാലറീസ്. ഇപ്പോൾ ചിലവർ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര കുറച്ച് ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറയും. പക്ഷേ ഈ കഴിക്കുന്ന ഭക്ഷണം എത്ര കാലറി ഡെൻസ് ആണെന്ന് അവർക്ക് അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടാണ്, പുള്ളിയും ഇതേപോലെ ഉച്ചയ്ക്ക് ലഞ്ച് സ്കിപ്പ് ചെയ്യും, എന്നിട്ട് 1, 2, 3 ബജ്ജി കഴിക്കും. വളരെ കുറവാണ്. പക്ഷേ ആ ബജ്ജിയുടെ കാലറി എടുത്ത് നോക്കുമ്പോൾ ഇറ്റ്സ് വെരി ഹൈ ഡെൻസ്. അതുപോലെ തന്നെ ട്രാൻസ് ഫാറ്റാണ്, ന്യൂട്രീഷൻസ് ഒന്നുമില്ല. ബട്ട് ഇഫ് യു ഗോ ഫോർ നോർമൽ ലഞ്ച് വിത്ത് സം പ്രോട്ടീൻ, റൈസ്, ഇറ്റ്സ് ഗുഡ്. കമ്പാരിറ്റീവ്ലി ലെസ് കാലറി ആണ്. ട്രാൻസ് ഫാറ്റ് എന്ന് പറയുമ്പോൾ വിസറൽ ഫാറ്റിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവരും നമ്മളെ മിറർ കോമ്പോണൻസിൽ നോക്കുമ്പം നമ്മൾ ഈ കാണുന്ന സബ്ക്യൂട്ടിനസ് ഫാറ്റ് ആണ്. അതിനെക്കാട്ടും ഡേഞ്ചറസ് ആണ് നമ്മുടെ വിസറൽ ഫാറ്റ് വിച്ച് ലൈസ് അറൗണ്ട് ദ ഓർഗൻസ്, ക്ലോസ് ആയിട്ടുള്ളത് ഇൻഡസ്ട്രീനൊക്കെ. നമ്മുടെ സബ്ക്യൂട്ടിനസ് ഫാറ്റിനെ കാട്ടിയും നമുക്ക് മെറ്റബോളിക്കലി
ഹാംഫുൾ വിസറലാണ്. ഇപ്പോൾ വിസറൽ ഫാറ്റ് നമുക്ക് നേക്കഡയിൽ കാണണമെന്നില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ പുറത്ത് നമ്മൾ ഈ മിററിൽ കാണുന്ന പോലെ അണ്ടർലൈൻ സ്കിൻ ഫാറ്റ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാൾ വണ്ണം വെച്ചിരിക്കുന്ന ഒരാൾ ആണ് അൺഹെൽത്തി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഐ ഡു ഹാഡ് ക്ലൈൻറ്റ് ഹു ലുക്ക് വെരി ലീൻ, പക്ഷേ വിസറൽ ഫാറ്റ് മാർക്കേഴ്സ് വാസ് വെരി ഹൈ. അപ്പോൾ അത് ഡയറക്റ്റ് ഇമ്പാക്ട് ചെയ്യാൻ ട്രാൻസ് ഫാറ്റ് വളരെ ഒരു ഘടകമാണ്. ഈ വിസറൽ ഫാറ്റ് മെയിൻലി മെയിൽസിലല്ലേ കുറച്ചുകൂടി കൂടുതൽ വരുന്നത് ടെസ്റ്റോസ്റ്ററോൺ എഫക്ട് കാരണം. ഫീമെയിൽസിൽ ഇറ്റ്സ് മെയിൻലി സബ്ക്യൂട്ടനസ് ഫാറ്റ് ആണ് കൂടുതൽ വരുന്നത്. റേഷ്യോ ഇസ് ഡിഫറെന്റ്. അതുകൊണ്ടാണ് ഈ ഹാർട്ട് അറ്റാക്സ് പോലത്തെ കാര്യങ്ങൾ കൂടുതൽ മെയിൽസ് വരുന്നത്. കാരണം വിസറൽ ഫാറ്റ് മാർക്ക് ഫോർ അൺഹെൽത്തി. അപ്പോൾ ബേസിക്കലി ക്വാണ്ടിറ്റിയെക്കാളും കഴിക്കുന്ന ഫുഡിന്റെ നേച്ചറാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു ലഞ്ച് കഴിക്കുന്നതിനും 3 ചെറിയ ബജ്ജി കഴിച്ചാലും മേ ബി ദ കാലറീസ് ആർ ഈവൻ മോർ 3 ബജ്ജിയിൽ കഴിക്കും. 3 ബജ്ജിയിൽ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും, പക്ഷെ കാലറീസ് ഭയങ്കര ഹെവി. പക്ഷേ കാലറീസ് മാത്രമല്ല, ഈ ബജ്ജിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എസെൻഷ്യൽ ന്യൂട്രിയൻസ് നമുക്ക് കിട്ടുന്നുമില്ല. പിന്നെ ആ കുക്കിംഗ് മെത്തേഡ്, നമ്മളൊരു പുറത്തുനിന്ന് ഒരു ബജ്ജിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് ആ ഓയിൽ ഹൈജീൻ ഒന്നും നമുക്കറിയില്ല, എത്ര പഴയ ഓയിലാണ്. സ്വന്തം കുക്ക് ചെയ്തിട്ടാണ് പുറത്തുനിന്ന് കഴിക്കും, ഇല്ലാന്നല്ല, കഴിക്കാറുണ്ട്. ഇപ്പോൾ ഭയങ്കര ഹെക്ടിക് റൂട്ടീൻസ് ഒക്കെ വരുന്ന സമയത്ത് കുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഐ ഓൾസോ പ്രിഫർ. പിന്നെ എവറിഥിങ് എന്ന് പറയുന്നത് പുറത്തത്തെ ഫുഡിന്റെ നമ്മൾക്കൊരു എന്താ പറയുക, എല്ലാം നമ്മൾ ഈ കാലറീസും പ്രോട്ടീൻസും അല്ല. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ നമ്മളൊരു മീറ്റ് എടുത്താൽ മീറ്റിന്റെ ഹൈജീനത്തോളം നമുക്കറിയാം. നമ്മൾ എത്ര പഴകിയ ചിക്കൻ ആണ് പുറത്തുനിന്ന് കഴിക്കുന്നത്, വി ഡോണ്ട് ഹാവ് എനി. അതുപോലെ തന്നെ അവർ അതിൽ ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സിലാണെങ്കിൽ എല്ലാവരും എന്നല്ല, ഞാൻ ജനറലൈസ് ചെയ്ത് പറയുന്നില്ല, അതിൽ യൂസ് ചെയ്യുന്ന കളേഴ്സ് ആണെങ്കിലും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വി ഹാവ് നോ ഐഡിയ വാട്ട് പ്രസന്റേഷന് വേണ്ടി ചിലപ്പോൾ കുറച്ച് ആഡ് ചെയ്യാം. അത് എത്രത്തോളം നമ്മളെ ഹെൽത്തിനെ ബാധിക്കുന്നു വി ഹാവ് നോ ഐഡിയ. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഔട്ട്സൈഡ് ഫുഡ് റിസ്ക് ആണോ ചോദിച്ചാൽ യെസ്. സ്ഥിരമായിട്ട് പുറത്തുനിന്ന് കഴിച്ചാൽ ടൈപ്പ് ഓഫ് പ്രിപ്പറേഷനും അഗൈൻ മേക്സ് എ ഡിഫറൻസ് അല്ലേ. ഇപ്പോൾ സെയിം ക്വാണ്ടിറ്റി ലൈക്ക് യു ആർ സേയിങ് ബിഫോർ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതായത് നമ്മൾ കുക്കിംഗ് മെത്തേഡ് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ കാലറി ഡിഫറൻസ് കൊണ്ടുവരാം. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ന്യൂട്രീഷൻ ചേഞ്ച് ചെയ്തിടാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ എല്ലാവരും ചിക്കൻ ബ്രസ്റ്റ് കഴിക്കാൻ പറയുന്നത് ചിക്കൻ ബ്രസ്റ്റ് അങ്ങനെ മാജിക്കൽ എഫക്റ്റ് ഒന്നുമില്ല. ബട്ട് ചിക്കൻ ബ്രസ്റ്റ് ഒരു ലീൻ പ്രോട്ടീനാണ്. അതായത് പ്രോട്ടീൻ ഫാറ്റ് റേഷ്യോ വെച്ച് നോക്കുമ്പോൾ ഫോർ 100 grams ഓഫ് ചിക്കൻ ബ്രസ്റ്റ് ഫാറ്റ് ഈസ് വെരി ലെസ്. ഐ ക്യാൻ സേ ലെസ് ദാൻ 5 grams. ഇതേ ചിക്കൻ ബ്രസ്റ്റ് ഞാൻ സ്റ്റീം ചെയ്ത് കഴിച്ചാൽ ദ കാലറി വിൽ ബി ഡിഫറെൻറ്റ്. അതേ ചിക്കൻ ബ്രസ്റ്റ് ഞാനൊന്ന് കുറച്ച് ബട്ടറൊക്കെ ഇട്ട് ലൈക്ക് സ്റ്റേക്ക്, ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. അതേ ഞാനൊരു ഡീപ്പ് ഷാലോ ഫ്രൈ ചെയ്താൽ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. പക്ഷെ നമ്മൾ കഴിച്ചെന്ന് പറയുന്നത് ഓക്കെ ഞാൻ ചിക്കൻ ബ്രസ്റ്റ് കഴിച്ചെന്ന് പറയും, പക്ഷെ നമ്മുടെ കുക്കിംഗ് പ്രിപ്പറേഷൻ ഓൾസോ മാറ്റർ. ഇതങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റ് ആക്കൊന്നും വേണ്ട. ലൈക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താ പറയുക, ഡീപ് ഫ്രൈയിലേക്ക് ഓയിൽ ഫ്രൈഡ് ഐറ്റംസിന് അതിൻ്റെതായ സൈഡ് എഫക്ട്സ്, ഐ മീൻ ഹെൽത്ത് റിസ്ക് ഉണ്ട്. എനിക്ക് തോന്നിയത്, ഞാനിപ്പോൾ ലാസ്റ്റ് 2-3 months ആയിട്ട് റെഗുലറായിട്ട് നോക്കുന്നുണ്ട്. ഐ കൗണ്ട് കാലറീസ് എവറി ഡേ. ഐ സെൻഡ് ടു യു ഹെൽത്തിഫൈ മീ എന്നുള്ള ആപ്പ് എടുത്തിട്ട് നമ്മൾ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ്സും മൈക്രോന്യൂട്രിയൻസും എല്ലാം അവർ ബ്രേക്ക് ഡൗൺ ചെയ്ത് തരും. അപ്പോൾ നമുക്കൊരു ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ചില ഡേയ്സിൽ ഐ ഹാവ് ഷോട്ട് മോർ ദാൻ 3,000. അപ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ആ ദിവസങ്ങൾ അത്രയും കൂടി എന്നുള്ളത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മേ ബി ഇൻ എ ഫ്യൂ മന്ത്സ് നമുക്ക് തന്നെ മനസ്സിലാവും ഏകദേശം. പിന്നെ നമുക്ക് ആവശ്യമില്ല, ഓട്ടോ പൈലറ്റ് ആയിട്ട് തന്നെ പോകാൻ പറ്റും. ഇപ്പം ഞാനാണെങ്കിൽ എല്ലാ ദിവസവും ട്രാക്ക് ചെയ്യാറൊന്നുമില്ല. നമുക്കറിയാം ഏകദേശം കഴിക്കുന്നത്. സോ ഈവൻ നമ്മളൊരു എല്ലാ ആപ്പാണെങ്കിലും 100% ആക്യുറേറ്റ് ഒന്നല്ല. ബട്ട് നേരത്തെ പറഞ്ഞാൽ വിൽ ഹാവ് എ റഫ് ഐഡിയ നമ്മൾ ഓവർ ഈറ്റിങ്ങിലാണോ. അതുപോലെ തന്നെ വേറൊരു ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മുടെ എസെൻഷ്യൽ ഇപ്പോൾ പ്രോട്ടീൻ, നമ്മൾ എസെൻഷ്യൽ ആയിട്ടുള്ള പ്രോട്ടീൻ റിക്വയർമെൻറ്റ് നമ്മൾ മീറ്റപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. അത് പറഞ്ഞപ്പോഴാണ് പ്രോട്ടീൻസിൻ്റെ ഒരു ഡെയിലി റിക്വയർമെൻറ്റ് നമുക്ക് മിക്കവർക്കും ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ ഒരു സപ്പോസ് ഒരു 70 kilogram മെയിൽ ആണെങ്കിൽ ഹൗ മച്ച് പ്രോട്ടീൻ ഡസ് ഹി നീഡ്? ഓരോ ആളുടെ ആക്ടിവിറ്റി സെയിം ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. പക്ഷേ സ്റ്റഡീസ് പറയുന്നത് അതായത് ഒന്നും ചെയ്യാത്ത ഒരാളാണെങ്കിൽ പോലും ടു മെയിൻറ്റെയിൻ ദ മസിൽ മാസ് ബോഡി 0.8 to 1 gram ഓഫ് പ്രോട്ടീൻ പെർ ബോഡി വെയ്റ്റ്. 70 kilo ഉള്ള ആൾക്ക് 70 gram പ്രോട്ടീൻ. 0.8 to 1, അറ്റ്ലീസ്റ്റ് 70 grams ടു മെയിൻറ്റെയിൻ ഹിസ് മസിൽ മാസ്. അഗെയിൻ ഇറ്റ് വിൽ വാരി, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ആക്ടിവിറ്റി. ഒരു സ്ട്രെങ്ത് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ സേ 1.5 to 2. ഇലൈറ്റ് അത്ലീറ്റ്സ് ഒക്കെ 2.2 വരെയൊക്കെ കൺസ്യൂം ലെവലൊക്കെ, ബിക്കോസ് ദേ ആർ ഡൂയിങ് ഹൈ കണ്ടീഷൻഡ് ആക്ടിവിറ്റീസ് ആൻഡ് ഓൾ. സോ അവർക്ക് മസിൽ ലോസ് വരാതെ ബോഡീനെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളത് വൺ ഓഫ് ദ ഫാക്ടറാണ്. സോ ദേ വിൽ ഗോ അറൌണ്ട് 2 to 2. സ്റ്റഡീസ് പറയുന്നത് എനിത്തിങ് അറൌണ്ട് above 2.2 won't give you any add-on benefit. Okay. 2.2 നമ്മളിപ്പോൾ 3 gram ബോഡി വെയിറ്റിൽ എടുക്കുന്ന ആഡ് ഓൺ ബെനിഫിറ്റ്സ് ആയിട്ടൊന്നും തരുന്നില്ല സ്റ്റഡീസ് പറയാം. അപ്പോൾ ഒരു നോർമൽ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാൾ, ഒരു ബാങ്ക് വർക്ക് ചെയ്യുന്ന ഒരാൾ, വലിയ വർക്കൗട്ട് ഒന്നും ഇല്ല, അങ്ങനെയാണെങ്കിലും ഈവൻ ഹീ നീഡ്സ് റഫ്ലി 60 to 70 70 കിലോഗ്രാമുള്ള ആളാണെങ്കിൽ ഒരു 65 to 70 grams ഓഫ് പ്രോട്ടീൻസ് പെർ ഡേ വേണം. നമ്മൾ മിക്ക ആൾക്കാർ മീറ്റ് ചെയ്യുന്നില്ല. നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ ഡെയിലി ന്യൂട്രിയൻ ടേക്കിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഈറ്റിംഗ് ഹാബിറ്റ്സ് പ്രോട്ടീൻ ഡെഫിഷ്യൻസിയാണ്. നമ്മൾ കാർബ് മോശം എന്നല്ല, കാർബ് അങ്ങനെ കുറ്റമൊന്നും പറയുന്നില്ല, പക്ഷേ കാർബ് ഡോമിനൻ്റ് ആണ് ഈ പറഞ്ഞ പോലെ. നമുക്ക് അതുകൊണ്ടാണ് നമുക്കൊരു ഏജ് കഴിയുമ്പോൾ ഈ നമുക്ക് ഈ സാക്കോപ്പീനിയ ഒക്കെ
മസിൽ ലോസ് ഭയങ്കരമായിട്ട് After the age of 40, 40 നമുക്ക് every decade you lose around 10% of muscle. അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള വൺ ഓഫ് ദ ഈസിയസ്റ്റ് വേ ന്യൂട്രീഷൻ ആസ്പെക്ട് നോക്കുന്നതാണെങ്കിൽ കൺസ്യൂമിങ് ഓഫ് ഇനഫ് പ്രോട്ടീൻ. അത് ലെവൽ 1. ലെവൽ 1. നെക്സ്റ്റ് ആസ്പെക്ട് ഈ പറഞ്ഞ പോലെ മസിൽ മാസ് പോവാതിരിക്കാൻ ഇസ് ലൈക്ക് സ്ട്രെങ്ത് ട്രെയിനിങ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മളതിനെ നെഗ്ലക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ സാർക്കോപ്പീനെ മെല്ലെ ലീഡ് ചെയ്തിട്ട് ഓസ്റ്റിയോപോറോസിസ് ഓസ്റ്റിയോപ്പീനിലേക്ക് പോകും. കാരണം നമുക്കൊരു ടൈം കഴിഞ്ഞാൽ നമുക്ക് ഈ മസിൽ ലോസിൻ്റെ കൂടെ തന്നെ മിനറൽ ഡെൻസിറ്റിയോടെ കുറയും. അപ്പോൾ ബോൺ ഡെൻസിറ്റി കുറയുമ്പോൾ നമ്മൾ ആകെ ജോയിൻസിനെ ഹെൽപ്പ് ചെയ്യേണ്ടത് മസിൽസ് ആണ്. മസിൽസും കൂടെ വീക്കായി മസിൽ ലോസും കൂടെ വരുമ്പോൾ ഇറ്റ് വിൽ എഫക്ട് ഭയങ്കരമായിട്ട്. Start before 40 if you have to walk by yourself at 80. നമ്മൾ വന്ന് കഴിഞ്ഞിട്ട് ചെയ്യുന്നതിനെക്കാട്ടും നല്ലതാണ്. ആക്ച്വലി വർക്കൗട്ട് നമ്മൾ അങ്ങനെ ഒരു എന്താ പറയാ ഒരു എക്സ്ട്രാ സാധനമല്ല, ഇറ്റ് ഷുഡ് ബി എ പാർട്ട് ഓഫ് അവർ ലൈഫ്. അത് പറഞ്ഞോ, മിക്ക ആൾക്കാരുടെ ഒരു തോട്ടം എന്താണെന്ന് വെച്ചാൽ ജിമ്മിൽ പോകുന്നത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ്. അത് വളരെ തെറ്റായ ധാരണ. ഇൻഫാക്ട് പലരും ജിമ്മിൽ പോയിട്ട് വെയിറ്റ് കൂടുന്നതായിട്ടാണ് കാണുന്നത്. ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞ പോലെ പലരും കുറച്ച് മെലിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ സ്കിന്നി ആയിട്ടുള്ള ഒരു ആൾക്കാർ ജിമ്മിൽ പോകുമ്പോൾ നീ എനിക്കിരുന്ന് കഴിച്ചാൽ വെറുതെ ചുമ്മാ ഫുഡ് കഴിച്ചാൽ പോലും. അത് പറഞ്ഞാൽ ഈ ജിമ്മിൽ പോകുന്നത് വണ്ണം കുറയ്ക്കാൻ മാത്രമല്ല, ഇതിന് അതിൻ്റെതായ ഭയങ്കര ഹെൽപ്പ് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ പറഞ്ഞ ജോയിൻസ്, ബോൺ ഡെൻസിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. എനിക്ക് കുറച്ച് പേഴ്സ് ഉണ്ടായിരുന്നു, അതായത് ജിമ്മിൽ പോയിട്ട് വെയിറ്റ് കൂടി എന്ന് പറഞ്ഞ് ജിമ്മിൽ പോകുന്ന നിർത്തി. ബട്ട് ആക്ച്വലി അവര് മസിൽ മാസായിരിക്കും ചിലപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഫാറ്റ് ആക്ച്വലി ഗുഡ് തിങ്. അത് നമുക്ക് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. 70 kg രണ്ടാൾക്കാർ എഴുതുക. നമ്മൾ ജിമ്മിൽ പോകുന്ന സമയത്ത് 70 kg തന്നെ നമുക്ക് അത് ടോട്ടൽ ബോഡി മാസ് ആണ്. ഈ ടോട്ടൽ ബോഡി മാസിൽ നമുക്ക് മസിൽ മാസ് ഉണ്ട്, ഫാറ്റ് മാസ് ഉണ്ട്, ബോൺ വെയ്റ്റ്സ് ഉണ്ട്. ഇതിലിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 60% മസിൽ മാസ്, ഒരു 20% ഫാറ്റ് മാസ്, ഫോർ എൻ എക്സാമ്പിൾ കൂട്ടുക. നമ്മൾ കുറച്ച് കാലം വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇതേ 70 തന്നെ ഈ 60 എന്നുള്ളത് 70 ആവാം മസിൽ മാസ്. അത് ഫാറ്റ് കുറയുകയും ചെയ്യാം, സ്റ്റിൽ യു റിമെയിൻ ദ സെയിം വെയിറ്റ് സെയിം ആണ്. അത് നേരെ മാറുകയും ചെയ്യാം. ഈ പറഞ്ഞ പോലെ തന്നെ അഗെയിൻ യു ഇംപ്രൂവ് മോർ മസിൽ മാസ്, ഈ വെയിറ്റ് മാറും. ഇറ്റ് വിൽ ഗോ ഫോർ 71, 72. പക്ഷേ ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് നമ്മൾ ഫാറ്റ് ആണോ ഗെയിൻ ചെയ്യുന്നതല്ല. ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. നമ്മുടെ ബോഡീനെ സംബന്ധിച്ചോളം വി ആർ ഗിവിങ് മോർ ലീൻ മസിൽ മാസ് ദാൻ ഫാറ്റ് മാസ്. മോർ മസിൽ മാസ് ലൈക്ക് ഇറ്റ് വിൽ ഇംപ്രൂവ് യുവർ മെറ്റബോളിക് ഫംഗ്ഷൻ. അതായത് മെറ്റബോളിക് ഫംഗ്ഷൻ ഇമ്പ്രൂവ് ആവും. അതുപോലെ തന്നെ നമ്മളെ ബാക്കിയുള്ള കാർഡിയോ മെറ്റബോളിക് ഇഷ്യൂസ് വരാൻ പ്രൊഫൈൽ ബെറ്റർ ആവും. ഇപ്പോൾ ജിമ്മിൽ പോവാണെങ്കിൽ വെയിറ്റ് അല്ല നോക്കേണ്ടത്, ഇറ്റ്സ് മെയിൻലി എത്ര ഇഞ്ച് ലോസ് ഉണ്ടാവുന്നു. മോർ കുറച്ചും കൂടി ഒബ്ജക്റ്റീവ് ആയിട്ട് നോക്കണമെങ്കിൽ പ്രോബ്ലി വാട്ട് യു പ്രിഫർ, ഡെക്സയോ അല്ലെങ്കിൽ ഡെക്സയാണ് ഞാൻ പ്രിഫർ ചെയ്യാറ്. ഞാൻ പക്ഷെ അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ടൊന്നും പറയാറില്ല. വൺസിന് ഒരു ഡെക്സ എടുത്തു കഴിഞ്ഞാൽ വിൽ ടേക്ക് അറൌണ്ട് 6 months അല്ലെങ്കിൽ 1 year ഡെക്സ എടുത്താൽ വിൽ കമ്പയർ പ്രീ ആൻഡ് പോസ്റ്റ്. 1 year എത്ര മസിൽ മാസ് നമ്മൾ നമ്മളങ്ങനെ മാസാമാസം ഡെക്സ് എടുത്തുമ്പോൾ നമുക്ക് വലിയ ചേഞ്ചസ് ഉണ്ട്. ബിക്കോസ് മസിൽ മാസ് പുട്ട് ഓൺ ചെയ്യാൻ ടൈം എടുക്കും. ബിക്കോസ് യു ഹാവ് ടു പുട്ട് ഓൺ മസിൽ മാസ് ഗ്രാജുവലി. നമുക്കൊരു ലാസ്റ്റ് 1 year നമുക്ക് ഈ പറഞ്ഞ പോലെ ബോൺ മിനറൽ ഡെൻസിറ്റിയിൽ എത്ര ചേഞ്ചസ് വന്നത്, ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ ഡെക്സൈസ് വരും. ഈ ഡെക്സ സ്കാൻ എന്ന് പറയുന്നത് ഈസിലി അവൈലബിൾ ആണോ? ഹൗ എക്സ്പെൻസീവ്? വലിയ എക്സ്പെൻസീവ് എന്നിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇറ്റ്സ് വർത്ത് ഇറ്റ്. ലൈക്ക് അറൌണ്ട് കംസ് അറൌണ്ട് 2000 to 3000. 6 മാസത്തില് സ്കാൻ ചെയ്യുന്നത്. 6 മാസത്തിൽ ഐഡിയ നമ്മൾ എത്രത്തോളം ഇംപ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ളൊരു. ഈ വെയിറ്റ് കൂടിയത് ഫാറ്റ് ആണോ അല്ലെങ്കിൽ മസിൽ ആണോ എന്ന് അറിയാൻ പറ്റുമ്പോൾ അറ്റ്ലീസ്റ്റ് യു വിൽ ഗെറ്റ് മോർ ഒരു കോൺഫിഡന്റ് ആവും. ഞാൻ ഐ മീൻ ദ റൈറ്റ് ട്രാക്ക് എന്ന് മനസ്സിലാവും. ആൻഡ് വൺ മോർ തിങ് ഇസ് അഗൈൻ അനദർ മിത്ത് ഇസ് നല്ലപോലെ പട്ടിണി കിടന്നാൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. ദാറ്റ് ഇസ് ഗുഡ് എന്നുള്ളത്. ഈ പട്ടിണി കിടന്ന് വെയിറ്റ് കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഡോണ്ട് ഫോക്കസ് എനിത്തിങ് ആസ് വെയിറ്റ് ലോസ്. വെയിറ്റ് ലോസ് ഷുഡ് ബി എ ബൈ പ്രൊഡക്റ്റ്. ലൈക്ക് നമുക്ക് ഫാറ്റ് ആണ് കുറയ്ക്കേണ്ടത്, വെയിറ്റ് അല്ല. വെയിറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ മസിൽ കുറഞ്ഞാലും വെയിറ്റ് കുറയും, നമ്മളെ ബോൺ ഡെൻസിറ്റി കുറഞ്ഞാലും വെയിറ്റ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം മസിൽസ് പ്രിസർവ് ചെയ്യുക, യു റെഡ്യൂസ് യുവർ ഫാറ്റ് പെർസെൻറ്റ്, എന്നിട്ട് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അത് ഈ പട്ടിണി എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ യു വിൽ ഗെറ്റ് എനീമിക്. നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റവും കുറയും, നമ്മൾ പെട്ടെന്ന് എനീമിക് ആവും, പെട്ടെന്ന് അസുഖങ്ങൾ ക്യാച്ച് ആവാം. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെങ്ത് കുറയാം, യു വിൽ ഗെറ്റ് മസിൽ ലോസ്, ബോൺ ലോസ്, ബോൺ ഡെൻസിറ്റി. ഇറ്റ് വിൽ ലീഡ് യു അഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്ത് ഇഷ്യൂസിലേക്ക് ലീഡ് ചെയ്യുന്നല്ലാതെ അതിനെ കൊണ്ട് നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടോ? ഓക്കെ, യു റെഡ്യൂസിങ് ദ വെയിറ്റ്. ആ റെഡ്യൂസ് ചെയ്ത വെയിറ്റിനെ കൊണ്ട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് അത് പോസിറ്റീവായിട്ടാണോ ഹെൽപ്പ് ചെയ്യുന്നത്? So rather than weight loss, you should focus on fat loss. ആ ഫാറ്റ് ലോസിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വെയിറ്റ് കുറഞ്ഞോട്ടെ. അതൊരു പോയിന്റ് കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്ന് സ്റ്റക്ക് ആവും, ലൈക്ക് ഒരു പ്ലാറ്റ്യൂ സ്റ്റേജ് ഒക്കെ ഹിറ്റ് ചെയ്ത് അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ മെട്രിക്സ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. വെയിറ്റ് വിൽ റിമെയിൻ സെയിം ആൻഡ് യുവർ മസിൽ മാസ് ഗോൺ ഇംപ്രൂവ്, ദ ടോട്ടൽ മാസ് റിമെയിൻ സെയിം. ജിമ്മിൽ പോകാൻ കുറച്ച് ലേഡീസ് മടിക്കുന്നൊരു കാര്യം, അവർ ബൾക്കപ്പായി ഭയങ്കര മെയിൽ പോലത്തെ ഒരു മസിൽ ലുക്ക് ആവുമ്പോൾ മിക്ക ഫീമെയിൽസ് ദേ വാണ്ട് എ ടോൺ ലുക്ക്, നോട്ട് എ മസിൽ ലുക്ക്. അപ്പോൾ ഈ ജിമ്മിൽ പോയാൽ മെയിൽസ് പോലെ മസിൽ ബൾക്കായിട്ട് ഇങ്ങനെ ഇറച്ചിക്കടാന്ന് മനസ്സിലായി. ഞാനും കുറെ കേൾക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് എനിക്ക് ചിലവരിങ്ങനെ എനിക്ക് അതുപോലെ മസിലൊന്നും വേണ്ട, ഇത്ര മസിൽ വേണ്ട. ആക്ച്വലി അങ്ങനെ ആവില്ല.
ഫസ്റ്റ് ഓഫ് ഓൾ മസിൽ ബിൽഡിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞ ടെസ്റ്റോസ്റ്ററോൺ ആണ്, മെയിൽ ഹോർമോൺ. അത് ഈവൻ വിമൻസിനും ഉണ്ടാവും, നമുക്കും ഹോർമോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ലെസർ ആണ്. പക്ഷേ അറൌണ്ട് ഒരു 20 ടൈംസ് സർക്കുലേറ്റിംഗ് ടെസ്റ്റോസ്റ്ററോൺ മെയിൽസ്. അതുകൊണ്ട് തന്നെ മസിൽ മാസ് പുട്ട് ഓൺ ചെയ്യാന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ദെൻ ഫീമെയിൽ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അതുകൊണ്ട് മെയിൽസിന് വരുന്ന അത്രയും മസിൽ മാസ് ഫീമെയിലിന് വരിക ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അത് ബൾക്കപ്പ് ആവില്ല. പിന്നെ ഇവർ നമ്മൾ ഈ സോഷ്യൽ മീഡിയാസിലൊക്കെ കാണുന്ന എല്ലാവരും അല്ല, ചില ആൾക്കാർ ഇവർ കാണുന്നത് സ്റ്റെറോയിഡ്സിലാണ്. സോ മേ ബി എ പ്രൊഫഷണൽ ബോഡി ബിൽഡേഴ്സ് ആവാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ എൻഹാൻസ്ഡ് ആകുമ്പോൾ ദേ വിൽ ഗെറ്റ് ദാറ്റ് മെയിൽ ബൾക്കി ലുക്ക് വരും. അപ്പോൾ അതൊരിക്കലും ജിമ്മിൽ പോയതുകൊണ്ടല്ല, ബിക്കോസ് ഓഫ് മേ ബി ദ എൻഹാൻസ്മെന്റ് കൊണ്ടായിരിക്കും. ഇത് സാധാ ഒരു ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു സാധാ ലൈഫ് സ്റ്റൈലിൽ ഇടുന്ന ഒരാൾ ജിമ്മിൽ പോകുന്നതുകൊണ്ട് ഒരിക്കലും ദേ വോണ്ട് ഗെറ്റ് ബൾക്കി, ദേ ഗെറ്റ് ടോൺ. അതായത് ഫാറ്റ് പോകുമ്പോൾ കുറച്ച് ഡെഫിനിഷൻസ് പക്ഷേ ബൾക്കിനെസ് വരില്ല. സോ ഫീമെയിൽസ് ഓൾസോ നീഡ് ടു ഗോ ടു ദി ജിം അല്ലേ? ഫീമെയിൽസിൽ എസ്പെഷ്യലി കുറച്ചും കൂടി ഇഷ്യൂസ് ഉണ്ട്. ഒരു ടൈം കഴിഞ്ഞാൽ ദേ വിൽ ഹിറ്റ് ദെയർ മെനോപോസ് കഴിഞ്ഞാൽ പിന്നെ ഹോർമോണൽ ഭയങ്കരമായിട്ട് ഹോർമോണൽ ഇംബാലൻസ് വരാൻ. അപ്പോൾ ലേഡീസ് ആണ് ഈ നേരത്തെ പറഞ്ഞ സാർക്കോപീനിയ, ഓസ്റ്റിയോപൊറോസിന്റെ മെയിൻ കുറച്ചും കൂടി അവർക്കാണ് പ്രോൺ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഹോർമോൺ ഇംബാലൻസ് വരുന്നുണ്ട്. അപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മെയിൽസിന് ടെസ്റ്റോസ്റ്ററോൺ സർക്കുലേറ്റിംഗ് ഉള്ളത് കൊണ്ട് ഓൾഡർ ആകുമ്പോഴും മസിൽ മാസ് ലോസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. സ്റ്റഡീസ് തന്നെ പറയുന്നുണ്ട് ഈവൻ ദോ നമ്മളൊരു 50+ അബവ് മെയിൽ ആൻഡ് ഫീമെയിൽ എടുക്കുക, ഈ മസിൽ ലോസിന്റെ ചാൻസസ് ഫീമെയിൽസിനെക്കാട്ടിയും മെന്നിന് കുറവാണ്. ബിക്കോസ് ഓഫ് സ്റ്റിൽ ദ സർക്കുലേറ്റിംഗ് ടെസ്റ്റോസ്റ്ററോൺ ലെവൽ ഇതാണ്. ഫീമെയിൽസിന് ഇത് പ്രിവെന്റ് ചെയ്യാനുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് വേസ് സ്ട്രെങ്ത് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേറ്റ് ന്യൂട്രീഷൻ. നേരത്തെ പറഞ്ഞ പോലെ പ്രോട്ടീൻ എടുക്കുക ആൻഡ് സ്ലീപ്പ്. ഇപ്പോൾ വേറൊരു നമ്മൾ ഈ പറഞ്ഞ പോലെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മൾ ഈ ന്യൂട്രീഷനും വർക്കൗട്ടും മാത്രം നോക്കും, റിക്കവറി ഞാൻ കേട്ടിട്ടുണ്ട് യു വർക്ക് ഔട്ട് ഡ്യൂറിംഗ് ദ ഡേ but the muscle builds sleeps during recovery എന്നല്ലേ? കാരണം റിക്കവറി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടിഷ്യൂ റിപ്പയർസ് നടക്കില്ല. നമ്മൾ സ്ലീപ്പ് എഡ്യൂക്കേറ്റ് അല്ലെങ്കിൽ ബേസിക് ക്രോണിക് സ്ട്രെസ്സിലേക്ക് വരും. നമ്മളെ കോർട്ടിസോൾ സ്പൈക്ക് ആവും. കോർട്ടിസോൾ ടെസ്റ്റോസ്റ്ററോൺ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബോഡി കാറ്റബോളിക് സ്റ്റേറ്റിലേക്ക് പോകും. നമുക്ക് മസിൽ ബിൽഡിംഗ് അനബോളിക് ആണ്. സോ അനബോളിക് എന്ന് പറഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോൺ ഒക്കെയാണ് നമ്മൾ അനബോളിക്. നമ്മൾ ബോഡി സ്ട്രെസ് ചെയ്യുന്ന സമയത്ത് കോർട്ടിസോൾ സ്പൈക്ക് ആകുമ്പോൾ ബോഡി അഗെയിൻ കാറ്റബോളിക് സ്റ്റേറ്റിലേക്ക് പോകും. യു വിൽ സ്റ്റാർട്ട് മസിൽ ബിൽഡിങ്ങിന് മസിൽ ബ്രേക്ക് ഡൗൺ സ്റ്റാർട്ട്. ഇറ്റ്സ് ഓൾ കണക്റ്റഡ്. ഇത്രയൊന്നും പല അറിയില്ല. ഇത് ഭയങ്കര സിമ്പിൾ സാധനമാണ്. ഉറങ്ങുക, ഫുഡ് കഴിക്കുക, വർക്കൗട്ട് ചെയ്യുക. അത് എത്രത്തോളം സ്ട്രക്ചേർഡ് ആയിട്ട് ചെയ്യുന്നു മാത്രം. ഇപ്പോൾ ഞാനും വൈഫും കൂടി ഒരുമിച്ചാണല്ലോ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ വൈഫിന് യൂഷ്വലി ഒരു വർക്കൗട്ട് എന്നെക്കാളും എക്സ്ട്രാ ആണ് കീഗൽസ് എക്സസൈസ് ചെയ്യിപ്പിക്കുക. അതിനെപ്പറ്റി ഒന്ന്. കീഗൽസ് കൂടുതലും ലേഡീസിന് പ്രിഫർ ചെയ്യാൻ കാരണം വെച്ചാൽ അവരുടെ ബ്ലാഡർ കൺട്രോളിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ചില ലേഡീസിന് ആഫ്റ്റർ പ്രഗ്നൻസി ഒക്കെ ചില സമയത്ത് ഈ ബ്ലാഡർ കൺട്രോൾ ഇല്ല, ഈ നമ്മൾ ചുമയ്ക്കുമ്പോഴൊക്കെ യൂറിൻ അപ്പൊ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. കീഗൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ബേസിക്കലി ഇതെന്താ സംഭവിക്കുന്നത്, നമുക്ക് ഈ പെൽവിക് ഫ്ലോർ എന്ന് പറഞ്ഞ മസിൽസ് ഉണ്ട്, അതിന്റെ കൺട്രോൾ അതിനെ ആണ് നമ്മൾ മെയിനായിട്ട് ട്രെയിൻ ചെയ്തെടുക്കുന്നത്. പെൽവിക് ഫ്ലോറിന് അത് ഈ പെൽവിക് ഫ്ലോർ മസിൽസ് ആണ് നമ്മളെ ബ്ലാഡർ കൺട്രോളിന് ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ കീഗലിൽ തന്നെ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക പ്രോപ്പർ കോൺട്രാക്ഷൻ ഓഫ് ഈ മസിൽസ്. നമ്മൾ 360 ഡിഗ്രിയിൽ റിബ് എക്സ്പാൻഷൻ എന്നൊക്കെ പറയും. പ്രോപ്പർ ബ്രേസിങ് ഓഫ് ദ കോർ, അതൊക്കെയാണ് കീഗലിൽ വരുന്നത്. അതിൽ നിന്ന് ഗ്രാജുവലി നമ്മൾ ഈ പറഞ്ഞ പോലെ കോർ എക്സസൈസിലേക്ക് പോവുക, സ്ട്രെങ്ത്തിലേക്ക് പോവുക എന്നുള്ളതാണ് അതിൻ്റെ. എസ്പെഷ്യലി പോസ്റ്റ് പാർട്ടം നമ്മൾ കീഗലാണ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം പോസ്റ്റ് പാർട്ടം കുറേ ഇഷ്യൂസ് നമ്മളൊന്ന് ഡയാസ്റ്റിസ് റെക്ടൈ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ രണ്ട് ഡയാസ്റ്റിസ് റെക്ടൈ എന്ന് പറയുമ്പോൾ നമ്മുടെ 6 pack മസിൽസ്, റെക്ടസ് അബ്ഡോമിനസിന്റെ സെപ്പറേഷൻ. പിന്നെ ഇതിന്റെ നടുക്ക് ഒരു ലീനിയ ആൽബ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ലൈൻ ഉണ്ട്, അതിന്റെ സ്ട്രെച്ച് ആവും. സോ ഇതിനൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക മെല്ലെ. ഇപ്പൊ ലീനിയ ആൽബോ ഡയാസ്റ്റിസ് റെക്ടന്റെ വി സ്റ്റാർട്ട് ആദ്യം വെറും ഇൻഹെയിൽ ചെയ്യുക, നമ്മൾ കോൺട്രാക്ഷൻ ഇതിൽ സ്റ്റാർട്ട് ചെയ്ത് കീഗൽ ചെയ്യുന്നത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. നമ്മൾ അല്ലാതെ നമ്മൾ കോർ എക്സസൈസ് എന്ന് പറഞ്ഞ് കുറേ സിറ്റപ്സ് ചെയ്തുകൊണ്ട് ഇറ്റ് ഡസൻ വർക്ക്. ഫോക്കസ്ഡ് ആയിട്ടുള്ള വർക്കൗട്ട്. ഡയാസ്റ്റിസിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതിന് മുമ്പ് ഈ യൂറിനറി ഇൻകോണ്ടിനൻസ് ആഫ്റ്റർ ഡെലിവറി, എസ്പെഷ്യലി വജൈനൽ ഡെലിവറി, നോർമൽ ഡെലിവറിയിൽ പലർക്കും ഉള്ളൊരു ഇഷ്യൂ. പക്ഷെ പല ഫീമെയിൽസും അത് ഒന്നും പറയുന്നില്ല, കാരണം ഇത് നോർമലാണെന്ന് വിചാരം. പ്രസവം കഴിഞ്ഞാൽ യൂറിൻ ലീക്ക് ആവുന്നുള്ള ദാറ്റ് ഇസ് വൺ തിങ്. ആൻഡ് ചിലപ്പോൾ ഇതിന്റെ ഒരു സോഷ്യൽ സ്റ്റിഗ്മ കാരണം ഇവർ കുറച്ച് പേര് ശരിക്കും ആക്ച്വലി എൻ്റെ അടുത്ത് പേഷ്യൻസ് വരാറുണ്ട്. യൂറിൻ ലീക്ക് ചെയ്യുന്നു ബസ്സിൽ പോകുമ്പോഴോ, ചിരിക്കുമ്പോൾ, ചുമയ്ക്കുമ്പോൾ ഒരു നമുക്കൊരു അബ്ഡോമിനൽ പ്രഷർ വരുന്ന എന്തെങ്കിലും നമ്മൾ ചെയ്താൽ കുറച്ച് പോകുന്നുള്ളൂ. പക്ഷേ അതവിടെ മീൻസ് ഒരു ഓഫീസ് ജോബൊക്കെ ഉള്ള ലേഡി ആണെങ്കിൽ ഇടയ്ക്ക് ബാത്റൂമിൽ പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ അൺഹൈജീനിക് ആവും, സ്മെല്ല് വരാൻ തുടങ്ങും, ഇൻഫെക്ഷൻ വരാൻ തുടങ്ങും. പക്ഷേ ഇത് അവർ ഇന്റർലൈസ് ചെയ്ത് ഇത് ഓക്കെ ഇങ്ങനെയാണ് കുട്ടി ഇത് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന നോർമൽ സാധനമാണെന്ന് പറഞ്ഞുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യും. അപ്പോൾ അവർക്ക് സർജറി ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല, എല്ലാവർക്കും വേണ്ടിയും വരില്ല. അപ്പോൾ ദീസ് എക്സസൈസസ് ഈ കീഗലൊക്കെ ചെയ്താൽ കുറേയൊക്കെ ഇത് മാറി, ചെറിയ ഗ്രേഡൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് മാറ്റാം, കൺട്രോളിലോട്ട് വരും. യൂഷ്വലി people should be more aware. നമുക്ക് ഈ കീഗലിനെ കുറിച്ചൊന്നും എഡ്യൂക്കേറ്റഡ് അല്ല, നമ്മളെ നാട്ടിലൊക്കെ അതിനെക്കുറിച്ച് പ്രോപ്പർ എഡ്യൂക്കേഷൻ അറിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് എക്സസൈസസ് ഉണ്ട്.
ഇറ്റ്സ് വെരി ഈസി, വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് ഭയങ്കരമായിട്ട് മറ്റേ ഡംബൽ ഒന്നും മേടിക്കേണ്ട ആവശ്യം. ജസ്റ്റ് ബോഡി വെയിറ്റ് നിങ്ങൾ എങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്നു നിങ്ങളുടെ ഡീപ്പ് പെൽവിക് ഫ്ലോർ മസിൽ, അത് നമുക്ക് ഒരു നല്ലൊരു കോച്ചസ് ഒക്കെ അറിയുകയാണെങ്കിൽ 1 or 2 സെഷൻ they will guide you how to do a Kegel exercise അല്ലെങ്കിൽ pelvic floor exercise. It's very easy also. It's very easy. ഒരു 10 to 15 minutes ഡെയിലി ചെയ്താൽ തന്നെ. പിന്നെ ഡയസ്റ്റാസിലേക്ക് വരാം. ഇപ്പോൾ നോർമൽ ഡെലിവറി ഓർ ഈവൻ ചിലപ്പോൾ ട്വിൻ പ്രഗ്നൻസി ഇല്ലേ, ഇരട്ട കുട്ടികളിൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫ്ലൂയിഡ് വലിയ വയറാണ്, വലിയ കുട്ടിയൊക്കെ ആണെങ്കിൽ വരാൻ ചാൻസ് ഉള്ള സാധനമാണ് ഈ ഡയസ്റ്റാസിസ്. അതായത് നമ്മുടെ ഈ 6 പാക്കുള്ള റെക്ടസ് അബ്ഡോമിനൽ മസിലിൽ ചെറിയൊരു ഗ്യാപ്പ് വരിക എന്നുള്ളത്. അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ എൻ്റെ അടുത്ത്, ഇപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് സർജനാണ്, എൻ്റെ അടുത്ത് മെയിൻലി വരാൻ കാരണം എന്താ, ഈ വയർ ഇവിടെ നിന്ന് മോളിൽ നിന്ന് വയർ ചാടിയിരിക്കുന്നു, ഒരു കുടവയർ പോലെ ആണുങ്ങളുടെ പോലെ. സാധാരണ സ്ത്രീകളിൽ എക്സ്റ്റേണൽ ഫാറ്റ് ആയത് കാരണം കുറച്ച് അടിയിലാണ് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുക. പക്ഷേ ഈ ഡയസ്റ്റാസിലുള്ള ആൾക്കാർ ചിലപ്പോൾ ഇവിടുന്നേ ഈ മസിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാറുണ്ടോ, ഇവിടുന്നേ ഒരു ബൾജായിട്ട് ഇങ്ങനെ വരാറ്. അപ്പോൾ ഡയസ്റ്റാസിസ് റെക്റ്റായി നമുക്ക് ഒരു പരിധി വരെ ക്യാൻ വി ഇംപ്രൂവ് ഇറ്റ് വിത്ത് എക്സസൈസ്. യെസ്. വാട്ട് കൈൻഡ് ഓഫ് എക്സസൈസ് ഡു യു? നമ്മൾ സെയിം കീഗൽ എക്സസൈസ് അതിൻ്റെ വൺ ഓഫ് ദ പാർട്ടാണ്. ഇപ്പോൾ ഡയാലിസിസ് റെക്ടൈണെങ്കിൽ ആദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ എങ്ങനെ ഇൻഹെയിൽ എക്സ്ഹെയിൽ, അതായത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഡീപ്പ് മസിൽസ് ട്രാൻസ്വേഴ്സ് അബ്ഡോമിനസ്, ഈ റെക്ടസ് അബ്ഡോമിനസിൻ്റെ ഉള്ളിലാണ് ട്രാൻസ്ഫർ. ബേസിക്കലി നമുക്ക് ഒരു കോർസെറ്റ് എന്നൊക്കെ വേണം പറയാം. അബ്ഡോമിനൽ കോർസെറ്റ് ഞങ്ങൾ അങ്ങനെ പറയുന്നത്. അബ്ഡോമിനൽ കോർസെറ്റ് എന്നാണെങ്കിൽ നമുക്ക് ആ മസിൽസ് പറയാം. അതിൻ്റെ ആക്ടിവേഷൻ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞ സുപ്പൈൻ കിടന്നിട്ട് നമ്മൾ ഞങ്ങളുടെ ടേംസ് പറയുന്നത് ലോട്ട് ഓഫ് എക്സസൈസ്, നമ്മൾ സുപ്പൈൻ കിടന്നിട്ട് ബ്രെത്ത് കോൺട്രാക്ഷൻ പിടിക്കുക, ഈ പറഞ്ഞ പോലെ പെൽവിക് ഫ്ലോറിൻ്റെ ആക്ടിവേഷൻസ്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ട്രാൻസ്വേഴ്സ് അബ്ഡോമിനസ് ആക്ടിവേഷൻ. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്, പക്ഷേ ഇറ്റ് ടേക്സ് ബിറ്റ് ടൈം. പക്ഷേ നമുക്ക് ഈ നോർമൽ കോർ എക്സസൈസ് ചെയ്യുന്ന പോലെ ഈ റെക്ടൈലുള്ള ഒരാളെ കൊണ്ടുപോയി നമ്മൾ കുറേ സിറ്റപ്സ് ചെയ്യുന്നുണ്ടോ പ്ലാങ്സ് ചെയ്യുന്നുണ്ടോ ഇറ്റ് ഇസ്. നമ്മളതിനെ ഡീപ്പിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത്. ബട്ട് ഒരു പരിധി വരെ നമുക്ക് ഈ പറഞ്ഞ പോലെ എക്സസൈസ് കൊണ്ട് റെക്ടയൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടും ചില ആൾക്കാർക്ക് നല്ല ഡയസ്റ്റാസ് ഉണ്ട്, മസിൽ ഒട്ടും ടോണും ഇല്ല, ഒട്ടും സ്ട്രെങ്ത് ഇല്ല, പക്ഷെ അതിൻ്റെ കൂടെ വലിയ ഡയസ്റ്റാസും വരുമ്പോഴാണ് ഈ ഹെർണിയ വരുന്നത്. വി ഹാവ് ഗോട്ട് 32-year-old യങ് ലേഡി അംബ്ലിക്കൽ ഹെർണിയ വന്നു. അതിൻ്റെ കൂടെ ഇത്രയും ഗ്യാപ്പ് വന്നപ്പോൾ ഇൻറ്റസ്റ്റൈൻസ് കംപ്ലീറ്റ് ഇങ്ങനെ പുറത്തേക്ക് ചാടി. ആൻഡ് ഇങ്ങനെ ഒരു പൗച്ച് പോലെ കിടക്കുക. ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഈ പൗച്ചിൻ്റെ അകത്ത് ഇൻറ്റസ്റ്റൈൻസ് ഇങ്ങനെ അനങ്ങുന്നതാണ്. ഭക്ഷണം മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാം ഈ ഒരു വേം പോലെ ഇങ്ങനെ അനങ്ങുന്നത്. അപ്പോൾ ഷീസ് ഓൺലി 32, ഇനിയും കിടക്കുകയാണ്. അപ്പോൾ ഹർ പ്രൊഡക്റ്റീവ് ലൈഫ് ഈസ് അഫക്റ്റഡ്. ആൾക്ക് ഹൈജീൻ ഇഷ്യൂസ് ഉണ്ട്, കാരണം ഇതിൻ്റെ അടിയിൽ വേർപ്പ് കെട്ടി കിടക്കുന്നു. പിന്നെ ദിസ് ഇസ് ഡേഞ്ചറസ്. കാരണം ആ ഇൻറ്റസ്റ്റൈൻ ബ്ലോക്ക് ആകുകയാണെങ്കിൽ ഇൻറ്റസ്റ്റൈൻ ഒബ്സ്ട്രക്ഷൻ വരാം, അത് ഒരു എമർജൻസി ആയിട്ട് മാറാം. അപ്പോൾ ഇൻ ദിസ് കേസ് ഈ മസിൽ സ്ട്രെങ്തനിങ് കഴിഞ്ഞ് ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ then generally we go for surgery എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡയസ്റ്റാസിസ് റിപ്പയർ. ആ മസിൽ നമ്മൾ തിരിച്ച് പണ്ട് എങ്ങനെയായിരുന്നു അതേപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് നമുക്ക് വിസറൽ ഫാറ്റ് കുറയ്ക്കാനും വി അഡ്വൈസ് them. കാരണം നമ്മൾ ഇത്രയും ഇൻറ്റസ്റ്റൈൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുക, ഫുട്ബോൾ ഫീൽഡിൽ കിടക്കുന്നവരൊക്കെ അത് എടുത്ത് തിരിച്ച് പാക്ക് ചെയ്ത് വെക്കുമ്പോൾ ഭയങ്കര ടൈറ്റ് ആവും. അപ്പോൾ വയറിൻ്റെ അകത്ത് ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, ഓർഗൻസ് ഉണ്ട്, ഇതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ കുറയ്ക്കാൻ പറ്റുന്ന ഒരേ ഒരു സാധനമേ ഉള്ളൂ, ദാറ്റ് ഇസ് ഫാറ്റ്. സോ വാട്ട് വി ടെൽ ഇസ് ഈ സർജറി ഒരു തുടക്കമായിട്ട് മാത്രം കൂട്ടുക, ലൂസ് യുവർ ഫാറ്റ്, വിസറൽ ഫാറ്റ് വിത്ത് ഡയറ്റ് ആൻഡ് എക്സസൈസ്. അത് കുറച്ച് കഴിയുമ്പോൾ ഈ പിന്നെ ഇത് വരാനുള്ള ചാൻസ് കുറയും. അതാണ് നമ്മളിപ്പോൾ ഒരു സർജറി കഴിഞ്ഞിട്ട് നമ്മളൊരു നല്ല ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അഗൈൻ വിൽ പുട്ട് ഓൺ ഫാറ്റ്. നമ്മൾ ലൈപ്പോസെക്ഷൻ ആണ് നമ്മുടെ വളരെ വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ. ലൈപ്പോസെക്ഷൻ വരുന്ന മിക്ക പേഷ്യൻറ്റും അവർ ദേ ഹാവ് നോട്ട് ട്രൈഡ് ദെയർ ബെസ്റ്റ്. അവർ ചില ആൾക്കാരുണ്ട്, ഇപ്പോൾ അടുത്ത മാസം കല്യാണമാണ്, എനിക്ക് ഷേപ്പ് ആവണമെന്നുണ്ട്, ഓക്കെ ഫൈൻ, നോട്ട് എൻ ഐഡിയൽ സിറ്റുവേഷൻ, പക്ഷേ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഇഫ് ദേ ഹാവ് ടൈം, കുറച്ചാളും കൂടി ടൈമുണ്ട്, വലിയൊരു എമർജൻസി സാധനം വരുന്നില്ലെങ്കിൽ, ഐ ഓൾവേസ് ടെൽ ദം യു റെഡ്യൂസ് യുവർ ഫാറ്റ്. കാരണം നമ്മൾ ലൈപ്പോഷൻ ചെയ്യുമ്പോൾ നമുക്ക് വയർ കുറയ്ക്കാം, ആംസ് കുറയ്ക്കാം, ചിൻ കുറയ്ക്കാം. പക്ഷെ അപ്പോഴും ഈ ഇവിടുത്തെ ഫാറ്റ് എന്ത് ചെയ്യും, കഴുത്തിലെ ഫാറ്റ് എന്ത് ചെയ്യും, കുറേ ജനറൽ ഫാറ്റ് ആണല്ലോ, വി കാൻ റിമൂവ് ഫാറ്റ് ഫ്രം എവരിവെയർ. അപ്പോൾ ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആവും. ഇവിടെ നല്ല വണ്ണം പക്ഷേ കൈസിലുണ്ട്, മുഖത്ത് നല്ല വണ്ണം പക്ഷേ നെക്ക് സെന്റർ, അപ്പോൾ ഇറ്റ് ബിക്കംസ് അൺനാച്ചുറൽ. അപ്പോൾ ഐ ഓൾവേസ് ടെൽ ദം ഡയറ്റ് ആൻഡ് എക്സസൈസ് ചെയ്യൂ, മൊത്തത്തിൽ ഫാറ്റ് ഒരുമിച്ച് കുറയ്ക്കും. ഗിവ് മച്ച് മോർ. വൺ ഈസ് ഇറ്റ് വിൽ ഹെൽപ്പ് വിത്ത് റിക്കവറി. ഫാറ്റ് കുറയുന്നതനുസരിച്ചിട്ട് അനസ്തീഷ്യയുടെ റിസ്കുകളും എല്ലാം കുറയും. സെക്കൻഡ് തിങ് ഈസ് ആ റിസൾട്ട് വിൽ ബി മച്ച് മോർ ബെറ്റർ, കുറച്ചുകൂടി യൂണിഫോം റിസൾട്ട് ആയിരിക്കും rather than. അപ്പോൾ അത് പറ്റാത്ത ആൾക്കാരുണ്ട്, ഒന്ന് കുറച്ച് ഇഷ്യൂസ് ഉള്ള ഡിസ്ക് പ്രശ്നം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരിൽ അവർക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ദേ ക്യാൻ ഈവൻ അപ്പോൾ ന്യൂട്രീഷൻ ചെയ്യാൻ പറ്റും. ആൻഡ് ടൈം ഇല്ലാത്ത ആൾക്കാർ. പിന്നെ മൂന്നാമത്തെ ആൾക്കാരാണ് മോസ്റ്റ് കോമൺ, എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ജിമ്മിൽ പോകാൻ താല്പര്യമില്ല, ഡോക്ടർ എടുക്കൂ പിന്നെ നമുക്ക് നോക്കാം എന്ന് പറയുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണ് യൂഷ്വലി ചെയ്തു കഴിഞ്ഞാൽ ദേ യൂഷ്വലി കം അപ്പ് വിത്ത് റിലാപ്സ്. അവർ ആ എടുത്ത ഫാറ്റ് കംപ്ലീറ്റ് തിരിച്ച് കിട്ടും കുറച്ച് ഇത്ര ഒരു 3-4 months തന്നെ. അപ്പോൾ യു നീഡ് ടു ബി മോട്ടിവേറ്റഡ്. ഐ ഓൾവേസ് ടെൽ ദം ദിസ് ഇസ് തിങ്ക് ഓഫ് സർജറി ആസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്. എന്നിട്ട്
അത് യു ഹാവ് ടു മെയിൻറ്റെയിൻ ഇറ്റ്. കാരണം ഫാറ്റ് ഈസ് സംതിങ് ദാറ്റ് ക്യാൻ എൻലാർജ്. നമ്മളിപ്പോൾ കുറേ ഫാറ്റ് എടുത്തു കളഞ്ഞാലും പിന്നെ നല്ലപോലെ ഒരു കൺട്രോളിലാണ് ഭക്ഷണം കഴിച്ചാൽ പിന്നെ അത് പുട്ട് ഓൺ ചെയ്യും. ആ ഫാറ്റ് കംപ്ലീറ്റ് സെൽസ് ക്യാൻ ഇൻക്രീസ് ഇൻ സൈസ്, മൾട്ടിപ്ലൈ ഇല്ല പക്ഷേ ആ സൈസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ദിസ് ഹാസ് ടു ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. മൈ ഫീൽഡ് ആൻഡ് യുവർ ഫീൽഡ് ആക്ച്വലി ഹാസ് ടു ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. കാരണം ഒന്നെങ്കിൽ ആദ്യം ഡയറ്റ് എക്സസൈസ് ചെയ്തിട്ട് ഗെറ്റ് എ ബെറ്റർ ഫിസിക് ആൻഡ് ബെറ്റർ മെറ്റബോളിസം. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ചിലവർക്ക് ഭയങ്കര ഒബിസിറ്റി എന്ന് നമ്മൾ ഭയങ്കര വെയിറ്റ് ലോസ് ചെയ്ത് ഫാറ്റ് ലോസ് ചെയ്ത് ലാസ്റ്റ് ചിലവർക്ക് സ്കിൻസ് ആയി. So I'll suggest മാസീവ് വെയിറ്റ് ലോസ്, അതായത് മോർ ദാൻ 10% ഓഫ് ബോഡി വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാരിൽ വി ഹാഡ് ഞാൻ ഞങ്ങളുടെ കേസ് ഇതായിരുന്നു ഓൺ സാറ്റർഡേ. അപ്പോൾ ഹി വാസ് 120 കിലോ ആൻഡ് ഹീസ് നൗ 64 kilograms. ഇത്രയും 56 കിലോ ഓൾമോസ്റ്റ് അത്രയും. അപ്പോൾ ഹീസ് വെരി ഫിറ്റ്. സെറേറ്റസ് ആൻറ്റീരിയർ മസിലും ഇവിടെയൊക്കെ ഇങ്ങനെ കട്ടിങ് ഉണ്ട്, പക്ഷേ ഹി സ്കിൻ ഈസ് ഇങ്ങനെ അടക്കുക ഓൾമോസ്റ്റ് ഒരു ഇത്രയും തൈരിടം വരെ ഉണ്ട് വയറിൻ്റെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. അപ്പോൾ ദാറ്റ് ഈസ് എ പ്രോബ്ലം ഫോർ ഹിം. കാരണം പാൻ്റൊക്കെ ഇടുമ്പോൾ അതിൻ്റെ പുറത്തുകൂടി ഇതിങ്ങനെ തുളുമ്പിക്കിടും. അപ്പോൾ ഇൻ ദാറ്റ് കേസ് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം മസിലെല്ലാം പോയി, മസിലെല്ലാം നല്ല ഡിഫൈൻഡ് ആയി, ഫാറ്റ് എല്ലാം പോയി, സ്കിൻ ഹാസ് ബീൻ സ്ട്രെച്ച്. അത്രയും സ്ട്രെച്ച് ആയ സ്കിൻ ഇനി തിരിച്ച് അതിൽ ഇലാസ്റ്റിൻ ഫൈബേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഇലാസ്റ്റിൻ ഫൈബേഴ്സ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് മാക്സിമം സ്ട്രെച്ച് ചെയ്യുന്നവരെ അത് തിരിച്ചു വരാം. പക്ഷേ ദ മൊമെന്റ് ഇറ്റ് സ്നാപ്സ് അപ്പോൾ ഈ കുറെ സ്ട്രെച്ച് മാർക്സ് വരുന്നതൊക്കെ പിന്നെ ഇറ്റ് ഡസൻറ്റ് ഷ്രിങ്ക് ബാക്ക്. അപ്പോൾ വി ഹാഡ് ടു ഡു എ ബോഡി ലിഫ്റ്റ്. അതായത് നമ്മൾ ആ സ്കിൻ ചുറ്റും എടുത്ത് കളഞ്ഞ് നല്ല ഷേപ്പ് മീൻസ് ഒട്ടും സ്കിൻ ലോസ് ഇല്ലാത്ത പോലെ നമുക്ക് ആക്കാൻ പറ്റും. മാസീവ് ബോഡി അതിപ്പോൾ ഈ ഒസംബിക്കും ഈ മൗഞ്ചാരോ ഒക്കെ കുറെ അത് ഇറങ്ങിയ പിന്നെ ഡ്രാസ്റ്റിക് ബോഡി വെയിറ്റ് കുറയുന്നത് വളരെ കോമൺ ആയിട്ടുണ്ട്. എല്ലാവരും എനിക്കൊന്ന് മോഞ്ചാരോടെ ബാക്കിലാണ് ഇപ്പൊ മോഞ്ചാന്റെ ബാക്കിലാണ്. അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഈ സെമാഗ്ലൂട്ടേറ്റ് എന്ന് പറഞ്ഞിട്ട് അയം വന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഇത് ഒരു മൊണപ്പോളിയാണ്. ഒരു മരുന്ന് അവരുടെ പേറ്റന്റ് ഉള്ളതാണ്, പക്ഷെ പേറ്റൻസിക്ക് ഒരു കാലാവധി ഉണ്ട്, യൂഷ്വലി 5 years അങ്ങനെയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ആർക്കും ഏത് കമ്പനിക്കും ആ മരുന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒസംബിക്ക് നെക്സ്റ്റ് മന്ത് അതിന്റെ പേറ്റന്റ് തീരാണ്. ഇനി എല്ലാ ഇന്ത്യൻ കമ്പനീസ് എല്ലാം ഉണ്ടാകും. അപ്പോൾ ഇറ്റ്സ് ഗോയിങ് ടു ബിക്കം വെരി ചീപ്പ്. അപ്പോൾ ബിഫോർ യു ഗോയിങ് ടു ദാറ്റ് പ്ലീസ് നോ ദാറ്റ് ഇറ്റ്സ് ഈസി. ഈ ഇഞ്ചക്ഷൻ എടുത്തിട്ട് കുറയ്ക്കുന്ന ഈസിയാണ്, പക്ഷേ ഇറ്റ് കംസ് വിത്ത് ഇറ്റ്സ് ഓൺ ലോട്ട് ഓഫ് ഇഷ്യൂസ്. വെറുതെ ഒരു ഓവർ ദ കൗണ്ടർ പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കരുത്. പ്ലീസ് കൺസൾട്ട് ആൻ എൻഡോക്രോളജിസ്റ്റ് ഓർ എ ഫിസിഷ്യൻ. അവർ കംപ്ലീറ്റ് എക്സാമിൻ ചെയ്ത് ഉള്ളി ഫോർ എ കാൻഡിഡേറ്റ് യു നീഡ് ടു. അതും എല്ലാവർക്കും എടുക്കുന്നത് ജസ്റ്റ് ജിമ്മിൽ പോകുന്നതിന് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല ഈ മോഞ്ചാരോയോ ഓസംബിക്കോ വിഗോവി ഒന്നും. ഇപ്പോൾ മിക്ക ആൾക്കാർ ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഫ്രണ്ട് എടുത്തു, ഓക്കെ ഞാനോട് ഇല്ലീഗലി അത് പ്രൊക്യൂർ ചെയ്തു, അങ്ങനെയാണ് സാധനം. ഇറ്റ്സ് എ പ്രോപ്പർ, ഇതൊരു ഹോർമോണാണ്. ഇറ്റ് നീഡ്സ് ടു ഹാവ് ഇറ്റ്സ് ഓൺ വർക്കപ്പ് ചെയ്ത് സേഫ്റ്റി പ്രൊഫൈൽ നോക്കിയിട്ടേ ചെയ്യാൻ പാടും. കാരണം അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് വിച്ച് നോബഡി ടോക്സ് അബൌട്ട്. പാങ്ക്രൈറ്റിസ് ഒക്കെ വന്നാൽ ഇറ്റ്സ് എ വെരി ലൈഫ് ത്രെറ്റനിങ് സാധനമാണ്. അപ്പോൾ ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് മാത്രമേ ആൻഡ് ഉള്ളി ഫോർ എ കാൻഡിഡേറ്റ്. വെറുതെ ഒരു 5 കിലോ കുറയ്ക്കാൻ വേണ്ടി മോഞ്ചാരോ എടുക്കുന്നത് ദാറ്റ്സ് നോട്ട് സയന്റിഫിക് ഓൾസോ. ആ കമ്പനി പോലും അത് പറയും. ഇതിന്റെ ബെനിഫിറ്റ്സ് പറയുന്നില്ല, ഇതിന്റെ സൈഡ് എഫക്ട്സോ ലോങ് ടേം എഫക്ട്സോ ആരും പറയുന്നില്ല. ഡു യു ഗെറ്റ് പേഷ്യൻസ് ഹു ആസ്ക് ഫോർ മോഞ്ചാരോ? കാരണം ഇപ്പൊ ജിമ്മിൽ കൊടുത്തു തുടങ്ങി ചില കോച്ചസ് സജസ്റ്റ് ചെയ്യാറുണ്ട്, ബട്ട് ഐ ഡോണ്ട് ഡു ദാറ്റ്. ഞാൻ പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് നോട്ട് ഇൻ മൈ ബൗണ്ടറീസ്. അത് ഞാനൊരു മെഡിസിൻ അല്ലെങ്കിൽ ഒരു ഡ്രഗ് പ്രിസ്ക്രൈബ് ചെയ്യാൻ ഇറ്റ്സ് നോട്ട് ഓൺ മൈ ബൗണ്ടറീസ്. സോ ഐ നെവർ ഡിഡ് ദാറ്റ്. ഞാൻ പറയാം ഞാനൊരു ഡോക്ടർ, ഞാനൊരു പ്ലാസ്റ്റിക് സർജനാണ്. ഐ ഡോണ്ട് പ്രിസ്ക്രൈബ് ഇറ്റ്. കാരണം ഇത് ഒരു നീഷ് സാധനമാണ്, അതിന്റെ എക്സ്പേർട്ടാണ് അത് കൊടുക്കേണ്ടത്. An ideal person is an endocrinologist who looks into hormones or a physician at least. പക്ഷെ ഇപ്പോൾ ലെഫ്റ്റ് റൈറ്റ് എല്ലാവരും കൊടുക്കുന്നത്. കാരണം ഐ തിങ്ക് ഇതിന്റെ അവൈലബിലിറ്റിയും അങ്ങനെയാണെന്ന് തോന്നുന്നു. ഈസിലി പ്രൊക്യൂർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും ഇപ്പോൾ ഇത് നെക്സ്റ്റ് മന്ത് ആകുമ്പോഴേക്കും മെയ് മാസം ആകുമ്പോഴേക്കും ഇറ്റ്സ് ഗോയിങ് ടു ബിക്കം വെരി ലൈക്ക് എല്ലാ കമ്പനിയും ഒരു നോക്കുകയാണെങ്കിൽ കുറച്ചാലും മുന്നേ ഫാറ്റ് ബേണേഴ്സ് ആയിരുന്നു ടാബ്ലറ്റ്സ്. ഇപ്പൊ ഫാറ്റ് ബേണേഴ്സ് ഒന്നും ഇപ്പൊ ഇല്ലല്ലോ. ഓരോന്നും ഒരു ട്രെൻഡ് വരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ഇതൊരു പെർമനന്റ് സാധനം അല്ല, ഇതിന് വലിയൊരു വയബിലിറ്റി നമുക്ക് ബേസിക്കലി ഒരു ടൈപ്പ് സ്കാം ആണ്. ഫാറ്റ് ബേണേഴ്സ് ഡിഫറെന്റ് കാറ്റഗറീസിൽ വരുന്ന പല ടൈപ്പിൽ ചിലതൊക്കെ മോസ്റ്റ് കോമൺ ആൻറ്റി ഡയബറ്റിക് ടാബ്ലറ്റ്സിൽ വരുന്നതാണ്. ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിക്കാനുള്ള കിഡ്നിയുടെ ഫംഗ്ഷൻ കൂട്ടുന്ന സാധനം. അപ്പോൾ ബേസിക്കലി ഈ കാറ്റഗറിയിൽ വരുന്ന ഫാറ്റ് ബേണേഴ്സ് ഉണ്ട്. അപ്പോൾ ചില കുറച്ച് സജസ്റ്റ് ചെയ്യുന്ന ഈ ടൈപ്പിലുള്ള ഫാറ്റ് ബേണേഴ്സ് ആകുമ്പോൾ എന്താ സംബന്ധിച്ച് നമ്മൾ കഴിച്ചുകൊണ്ട് ഫാറ്റ് ബേണേഴ്സ് കൺസ്യൂം ചെയ്യുന്ന ലൂസ് വെയിറ്റ്. What actually happening is like you're losing more water or hydration from your body through sweat or urination. When you jump on a weighing scale, of course you will see the weight difference. ഹൈഡ്രേഷൻ കളയാന്നുള്ളതല്ല, ഫാറ്റ് കളയാന്നുള്ളതാണ്. പക്ഷേ ഹെൽത്തി വെയിറ്റ് ലോസ് അല്ല അത്. ഇത് തീർത്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് വരും. പക്ഷെ ഇതിന്റെ നോർമൽ പീപ്പിൾസ് മേ ബി ഇതിനെ കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ ഉണ്ടാവില്ല. ഒരാൾ സജസ്റ്റ് ചെയ്യും, മിക്കതും ഇന്റർനെറ്റിൽ വരുന്ന ആഡ് കണ്ടിട്ട് മേടിക്കുന്നതാണ്.
മോസ്റ്റ് ആർ സ്കാംസ്. പിന്നെ നമുക്ക് വേറെ സപ്ലിമെന്റ്സ് ഒക്കെ ഉണ്ട്, അത് നമ്മൾ ഈ ഫാറ്റ് ഓക്സിഡൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. ബട്ട് ഓൺലി ഇതൊക്കെ വർക്ക് ചെയ്യുക ഇഫ് യു ആർ പ്രോപ്പർ ഡയറ്റിലാണ്. ഇതെല്ലാം ആഡ് ഓൺസ് ആണ്. ആഡ് ഓൺസ് ആണ്. എക്സസൈസും ഡയറ്റും എല്ലാം കഴിഞ്ഞിട്ട് ഈ ന്യൂട്രീഷൻ ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽ ഈസ് നോട്ട് ഗുഡ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇതൊക്കെ ലാസ്റ്റ് നമുക്ക് ഒരു ലാസ്റ്റ് 10-20% പറയാൻ പറ്റുന്ന മാത്രമുള്ള സാധനങ്ങൾ. ഐഡിയൽ ഫോക്കസ് ഷുഡ് ബി ഓൾവേസ് ഓൺ എ ഗുഡ് ഫിസിക്കൽ ആക്ടിവിറ്റി, അതിൻ്റെ കൂടെ തന്നെ പ്രോപ്പർ ന്യൂട്രീഷൻ ആൻഡ് സ്ലീപ്പ്. നാച്ചുറൽ ബോഡി ബിൽഡിംഗ്, യു ആർ എ നാച്ചുറൽ ബോഡി ബിൽഡർ എന്ന് പറയില്ല, യു ആർ എ ഫിറ്റ് പേഴ്സൺ. യു ഡോണ്ട് ഹാവ് യു ടേക്കൺ സ്റ്റിറോയിഡ്സ് എപ്പോഴെങ്കിലും? ഒരിക്കലും ഇല്ല. ആൻഡ് യു ഡോണ്ട് ഡ്രിങ്ക് ഓൾസോ, നോ സ്മോക്കിംഗ്, നത്തിങ്. ഓക്കെ, നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിനെ പറ്റി വാട്ട് ഈസ്, വി ഓൾ നോ, ഒരു പരസ്യമായ രഹസ്യമാണ് സ്റ്റിറോയിഡ്സ് ആർ ബീങ് യൂസ്ഡ് ഓഫ് ലേബൽ. അതിന് ഇൻഡിക്കേഷൻ അല്ല, പക്ഷേ ബോഡി ബിൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ബട്ട് ദർ ഇസ് ദിസ് ന്യൂ കോൺസെപ്റ്റ് വിച്ച് ഇസ് എ ഗുഡ് കോൺസെപ്റ്റ് പ്രോബ്ലി, നാച്ചുറൽ ബോഡി ബിൽഡിംഗ്. വാട്ട് ഈസ് ഇറ്റ്, വാട്ട് ഇസ് ദ ഡിഫറൻസ്? ഭയങ്കര കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കാണ്. ഈവൻ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞ് നടക്കുന്നിടത്തും സ്റ്റെറോയിഡ് യൂസേജസ് ഉണ്ട്. അതിപ്പം നമുക്ക് ഇഞ്ചെക്റ്റബിൾ തന്നെ ആവണമെന്നൊന്നുമില്ല. എനബോളിക്സ് നമുക്ക് ടാബ്ലറ്റ് ഫോംസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പിലുണ്ട്. അതിലിപ്പോൾ ഇഞ്ചെക്റ്റബിൾ എനബോളിക്സ് ആണ് ഇപ്പോൾ എല്ലാവരും പറയും ഓക്കെ കുത്തിവെക്കുന്നത് മാത്രമാണ് സ്റ്റെറോയിഡ് അല്ല. ടാബ്ലറ്റ്സ് ലൈക്ക് ഇപ്പോൾ ചില സർജറി ഒക്കെ കഴിഞ്ഞ് മസിൽ ലോസിന് വരാതിരിക്കാൻ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റെറോയിഡ്സ് ഡ്രഗ്സ് ഉണ്ടാവും. ദേ യൂസ് ഇറ്റ് ഫോർ എന്താ പറയുക മസിൽ പ്രിസർവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. എന്നുവെച്ചാൽ ഈ പറഞ്ഞ പോലെ നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിലാണെങ്കിലും നമുക്ക് ബ്ലഡ് ടെസ്റ്റ് നടക്കുന്നത് നാഡ ലെവലിലുള്ള ബ്ലഡ് ടെസ്റ്റ് ഒന്നും എല്ലാ ഓർഗനൈസേഷനും ഇവിടെ നടക്കുന്നില്ല. നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി, ആക്ച്വലി വി ഹാവ് വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി എന്ന് പറയും, വാഡയുടെ അണ്ടറിൽ വരുന്നതാണ് നാഡ, നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി. നമ്മളിപ്പോൾ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനൊക്കെ അവർ ചെക്ക് ചെയ്യും. നമ്മളിപ്പോൾ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷന് ബ്ലഡ് ടെസ്റ്റ് എടുക്കും. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്കൊരു കോമ്പൗണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സ്റ്റെറോയിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബോഡിയിൽ എത്ര കാലം ഉണ്ടാവും, അത് സ്റ്റിൽ ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാനാണ് ബേസിക്കലി നമ്മൾ ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റ് റിമാർക്കേഴ്സ് എല്ലാം ഈ പറഞ്ഞ പോലെ നാഡ കാറ്റഗറിയിലോ അവർ ചെയ്യുന്ന അത്രയും ഡീപ്പായിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സ്ക്രീനിങ്, ബേസിക് സ്ക്രീനിങ് പോലെയാണ് ആണ്. അപ്പം നമുക്ക് ആ ലെവലിലൊക്കെ ചെയ്താൽ മാത്രമാണ് നമ്മളിപ്പോൾ കുറച്ച് കാലം മുന്നേ, ഇപ്പോൾ ഞാൻ കോമ്പീറ്റ് ചെയ്യുന്നതിന് കുറച്ച് കാലം മുന്നേ ഞാനിപ്പോൾ സാധനം കോമ്പൗണ്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും കുറച്ച് കാലം മുമ്പ് ഞാൻ യൂസ് ചെയ്ത പോലും സ്ക്രീൻ ചെയ്ത് പിടിക്കണമെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ നാഡ ലെവൽ ടെസ്റ്റ് ഒക്കെയാണ്. അത് നമ്മൾ ഇവിടെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് നടക്കുന്ന ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനിൽ കുറവാണ്, അത്ര ഡീപ്പായിട്ട് ചെയ്യുന്നില്ല. പക്ഷേ there are places ഈ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് NPC അങ്ങനെ 2-3 ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്, അവരൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ബട്ട് നമ്മൾ ഈ പറഞ്ഞ ഡിസ്ട്രിക്ട് ടൂർണമെന്റ്സ് ഇതിലൊന്നും നാഡ ലെവൽ ചെക്കിംഗ് ഇല്ല. പക്ഷേ there are people who do it very nicely, like ഈ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ഒന്നും എടുക്കാണ്ട് ചിലൊന്നും എടുക്കാണ്ട് നല്ല രീതിയിൽ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതിന്റെ കൂടെ തന്നെ സ്കാമായിട്ട് നാച്ചുറൽ എന്ന് പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതാ പറഞ്ഞത് നമുക്കിത് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഇത്രയും ഡീപ് ടെസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഓക്കെ. ഡു യു ഗെറ്റ് ക്ലയൻസ് ഇങ്ങനെ സ്റ്റീറോയിഡ് എടുത്തിട്ട് വന്ന ക്ലയൻസ് കിട്ടാറ്? എനിക്ക് എൻക്വയറീസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം നോട്ട് എ ബോഡി ബിൽഡിംഗ് കോച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനധികം ഡ്രഗ്സ് പ്രൊമോട്ട് ചെയ്യാറുമില്ല. ഞാനങ്ങനെ അതിനെ ഒഫൻഡ് ഒന്നും ചെയ്യാറില്ല. ഇഫ് യു ആർ എ ബോഡി ബിൽഡർ ഓഫ് കോഴ്സ് യു നീഡ് ടു ടേക്ക് ഇറ്റ്, ബട്ട് ഐ എം നോട്ട് ദ റൈറ്റ് പേഴ്സൺ. സോ ഐ വിൽ സജസ്റ്റ് സം ബോഡി ബിൽഡിംഗ് പ്രിപ്പറേഷൻ കോച്ചസ്. ഓക്കെ, യു ഡോണ്ട് കണ്ടോൺ ഇറ്റ്, അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്താ സ്റ്റീറോയിഡ് എടുത്താൽ എന്താ പ്രശ്നങ്ങൾ വരുന്നത്? സ്റ്റെറോയിഡ്സിന് നമ്മൾ കോമൺലി നമ്മളൊരു ജിമ്മിലൊക്കെ പോയി നമ്മളൊരു ഇപ്പോൾ കോമൺലി കാണുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു വർക്കൗട്ട് തുടങ്ങി 1 year ഒക്കെ കഴിയുമ്പോഴത്തേക്കിന് ദിൽ ഗോ ഫോർ സ്റ്റെറോയിഡ്സ്. അതായത് ചേഞ്ചസ് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഈ 1 yearലും നമുക്കങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ ഈ ടി വിയിലൊക്കെ കാണുന്ന മോഡൽസൊക്കെ ദേ വർക്കൗട്ട് ഫോർ ഇയേഴ്സ്. ഈ മാസം അത്രയും കൊല്ലത്തെ വർക്കൗട്ട് ഹിസ്റ്ററിയിലാണ് അവർ ടോൺ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ യൂത്ത്സ് ജിമ്മിൽ വന്ന് വിത്തിൻ 1 year ഷോർട്ട് കട്ട് വന്ന് ദേ ഗോ ബിഹൈൻഡ് ദിസ്. അപ്പോൾ എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അവരതിൻ്റെ ഇപ്പോഴത്തെ ഒരു ബെനിഫിറ്റ്സ് മാത്രമേ, എസ്തെറ്റിക് ബെനിഫിറ്റ്സ് മാത്രമേ ആലോചിക്കുന്നുള്ളൂ. സ്റ്റെറോയിഡ്സിൻ്റെ ലോങ് ടേം എഫക്റ്റ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. സോ മൾട്ടിപ്പിൾ സൈഡ് എഫക്ട്സ് ഉണ്ട്. ചിലവർക്ക് ഇപ്പോൾ ഹെയർ ലോസ് വരുന്നവരുണ്ട്, പിന്നെ കോമൺ ആയിട്ടുള്ള ടെസ്റ്റിക്കുലർ ഷ്രിങ്കിങ് കോമൺ ആയിട്ട് വരുന്നുണ്ട്, പിന്നെ ബ്ലഡ് മാർക്കേഴ്സിൽ വരുന്ന ചില സൈഡ് എഫക്ട്സ് പറഞ്ഞു വെച്ചാൽ ഇന്റേണൽ ഓർഗൻസിൻ്റെ എൻലാർജ്മെന്റ്സ് വരെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഇത് ഉപയോഗിച്ച് ഇതേ വരുള്ളൂ എന്ന് പറയാൻ കഴിയില്ല. ബട്ട് ഓഫ് കോഴ്സ് സ്റ്റെറോയിഡ്സ് ഹാവ് ലോങ് ടേം എഫക്ട്സ്. ഞങ്ങൾക്ക് സ്ഥിരം വരുന്നൊരു കാര്യമാണ് ഗൈനക്കോമാസ്റ്റിയ. ബോഡി ബിൽഡേഴ്സിൽ അവർ എടുക്കുമ്പോൾ വൺ തിങ് ഈസ്, ഇപ്പോൾ കുട്ടികളിൽ ഗൈനക്കോമാസ്റ്റിയ വരുമ്പോൾ ഒരു 18-19 വരുമ്പോൾ ഫിസിയോളജി ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയും, തന്നെ പോകുന്ന ഗൈനക്കോമാസ്റ്റിയ. അപ്പോൾ ബോഡി ബിൽഡേഴ്സിൽ കുറച്ചുകൂടി പ്രോമിനൻ്റ് ആണ്. കാരണം എന്താ, ഈ പിള്ളേരിലുള്ള ഗൈനക്കോമാസ്റ്റിയയിൽ ഗ്ലാൻഡ് ഉണ്ട്. അതാണ് ഈ ഗൈനക്കോമാസ്റ്റിയ മെയിൻ ഇഷ്യൂ. അതിന് ചുറ്റും കുറച്ച് ഫാറ്റും ഉണ്ടാവും. ഈ ഫാറ്റിനകത്ത് ഈ ഗ്ലാൻഡ് അങ്ങനെ ലയിച്ചങ്ങനെ ഇരിക്കും. ഒരു ചെറിയ വീർമത ഉണ്ടാവും, പക്ഷേ ഒരു നാച്ചുറലായിട്ട് തന്നെ തോന്നും. ബോഡി ബിൽഡേഴ്സിൽ ദേ ഗോ ഫോർ ഫാറ്റ് ലോസ്. ഫാറ്റ് ബേൺ ചെയ്യുമ്പോൾ ഈ ഗ്ലാൻഡ് ഭയങ്കരമായിട്ട് ശരിക്കും അവിടെ മാത്രം ഒരു
നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമായിട്ട് വളരെ പ്രോമിനൻ്റ് ആയിരിക്കും. ഭയങ്കര പെർമനന്റ്. അപ്പോൾ നമുക്ക് വരാറുണ്ട് ബോഡി ബിൽഡേഴ്സ്. അപ്പോൾ അവർക്ക് വലിയ സ്കാറും പാടില്ല. ഗ്ലാൻഡ് എടുക്കണം, പക്ഷേ സ്കാർ, കാരണം ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനിൽ പോകാനുള്ള. വരുന്നുണ്ട്. അപ്പോൾ വാട്ട് വി ഡു ഇസ് ആ ഏരിയയുള്ള നിപ്പിളിൻ്റെ ഏരിയയുള്ള തൊട്ടടിയിൽ ചെറിയൊരു കീ ഹോൾ എടുത്തിട്ട് നമ്മൾ ഈ ഗ്ലാൻഡ് ചെറിയൊരു പീസായിട്ട് ഫുൾ എടുക്കും. സോ ദാറ്റ് ആ 2 സ്കിൻ ടൈപ്പിന് ഇടയ്ക്ക് വരുന്ന സ്കാർ ആണല്ലോ, കറുത്ത ഡാർക്ക് സ്കിൻ ഏരിയയുള്ള നോർമൽ. അപ്പോൾ അത് പ്രോമിനൻ്റ് ആയിരിക്കും. ഒരു ഹാർഡ്ലി നോട്ടീസബിൾ. അടുത്ത് പോയി നോക്കിയാലും കാണാത്ത രീതിയിലുള്ള സ്കാർ ആക്കിയിട്ട് അത് മാറ്റാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ നമ്മൾ പറയും ഇത് കഴിഞ്ഞ് സ്റ്റിറോയിഡ് എടുക്കരുതെന്ന് പറയുമ്പോൾ സ്റ്റിറോയിഡ് ഇനി എടുക്കും, ഇനിയും പിന്നെ ഇത് വരുമെന്ന് പറഞ്ഞാലും അല്ല വേറെ വഴിയില്ല. സ്പോർട്ട് അങ്ങനെ നമുക്ക് ആ ഒരു ആ ലെവലിൽ ചെയ്യണമെങ്കിൽ കുറച്ച് നാളേ ഉള്ളൂ അതിന്റെ കാലാവധി. അപ്പോൾ ആ സമയത്ത് ദേ നീഡ് ടു ബി പ്രോമിനന്റ്. അപ്പോൾ മിക്ക ആൾക്കാരും ഇല്ല ഡോക്ടർ ഇനിയും ഞാൻ എടുക്കും, ഞാൻ ഇനിയും വരാം. ചിലവർ ഓപ്പൺ ആയിട്ട് പറയും കേട്ടോ, ഡ്രഗ്സ് എന്ന് പറയുന്ന ബോഡി ബിൽഡേഴ്സും ഉണ്ട്, പക്ഷെ അത് പുറത്ത് പറയാൻ മടിക്കുന്ന ആൾക്കാരുകളും ഉണ്ട്. ഡെഫിനറ്റ്ലി അണ്ടർസ്റ്റാൻഡബിൾ. ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നു, അതിനോട് കുറച്ചും കൂടി ഒരു എക്സ്ട്രാ ഇത് വേണം. അപ്പോൾ സ്റ്റീറോയിഡ് ഉണ്ട്. എന്നാൽ സ്റ്റീറോയിഡ് മോശമാണ്, അതിൻ്റെ സൈഡ് എഫക്ട്സ് അറിഞ്ഞുകൊണ്ട് സ്റ്റീറോയിഡ് വേണ്ട. എന്നാൽ വിൽ ഗോ ഫോർ അനദർ ഓൾട്ടർനേറ്റീവ് സപ്ലിമെന്റ്സ് ലൈക്ക് ക്രിയാറ്റിൻ അല്ലെങ്കിൽ വേ പ്രോട്ടീൻ. ഇപ്പോൾ ക്രിയാറ്റിൻ വേ പ്രോട്ടീൻ കംപ്ലീറ്റ് ഡിഫറെൻ്റ് അല്ല. അപ്പോൾ ഇതൊക്കെ ആർ ദിസ് ഗുഡ്? ഹൗ ഗുഡ് ഈസ് ഇറ്റ്? ഹൗ വുഡ് യു റെക്കമെൻഡ്? എങ്ങനെയാണ്? സോ ക്രിയാറ്റിൻ നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന കോമൺ, അതായത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സപ്ലിമെൻ്റ് ആണ്. നോ, ക്രിയാറ്റിൻ വൺ ഓഫ് ദ കുറേ കാലങ്ങളായി റിസർച്ചേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സപ്ലിമെൻ്റ് ആണ് ക്രിയാറ്റിൻ. ക്രിയാറ്റിന് നമ്മൾ ജിമ്മിൽ പോകുന്നവർ നോക്കുകയാണെങ്കിൽ അവരുടെ ബെനിഫിറ്റ്സ് ലൈക്ക് ഇംപ്രൂവിങ് മസിൽ മാസ്, റിക്കവറി, ഇങ്ങനത്തെ ഫങ്ഷൻസ് അല്ലാതെ എടുത്ത് വെച്ച് നോക്കിയാൽ പോലും സ്റ്റഡീസ് പറഞ്ഞത് ലേറ്റർ ഒരു 2-3 ഇയേഴ്സ് ബാക്കിൽ നടന്ന സ്റ്റഡീസിൽ പറയുന്നത് കോഗ്നേറ്റീവ് ഫംഗ്ഷൻ, ബ്രെയിൻ ഫംഗ്ഷൻ, ഇതിനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, മെമ്മറി, ഇതിനൊക്കെ ക്രിയാറ്റിൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ക്രിയാറ്റിൻ ഓർ വേ പ്രോട്ടീൻ എന്ന് വെച്ചാൽ ഞാൻ പറയും അഫ്കോഴ്സ് ക്രിയാറ്റിൻ. വൈ? ബിക്കോസ് വേ പ്രോട്ടീൻ നമുക്കിപ്പോൾ നമ്മൾ വേ പ്രോട്ടീൻ എടുക്കുന്നതിൻ്റെ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് നമുക്ക് വേണ്ട പ്രോട്ടീൻ റിക്വയർമെൻറ്റ് മീറ്റപ്പ് ചെയ്യാൻ വരാതെ എടുക്കുമ്പോഴുള്ള ഒരു ആഡ് ഓൺ ആണ് വേ പ്രോട്ടീൻ. 100 ഗ്രാം ഒരു 120 ഗ്രാം പ്രോട്ടീൻ ഒക്കെ എടുക്കാന്ന് പറഞ്ഞാൽ ഓഫീസ് ജോബ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, അവർക്ക് ഇപ്പം ഇത്രയും മീൽസ് എടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇത്രയും റിക്വയർ പറ്റുന്നില്ല, ദേ കൻ ഗോ ഫോർ എ വേ പ്രോട്ടീൻ. പക്ഷെ ക്രിയാറ്റിൻ നമുക്ക് അതുപോലെ ഫുഡിൽ നിന്ന് അഫ്കോഴ്സ് വിൽ ഗെറ്റ് ഫ്രം റെഡ് മീറ്റ്, ഇങ്ങനത്തെ ചിക്കൻ, ഇതിനൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ നമുക്ക് ഈ പറയുന്ന പോലെ ഇത്രയും എമൗണ്ട് ഓഫ് ക്രിയാറ്റിൻ നമ്മളിപ്പോൾ 5 to 8 grams ഒക്കെയാണ് ഡെയിലി റെക്കമെൻഡേഷൻ പറയാം. അപ്പോൾ അത്രയും ഗ്രാംസ് ഓഫ് ക്രിയാറ്റിൻ ഫ്രം ഫുഡ് കഴിക്കണം, നമ്മൾ അത്രയും ക്വാണ്ടിറ്റിയിൽ കഴിക്കണം. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് പോസിബിൾ. സോ ഐ പ്രിഫർ ക്രിയാറ്റിൻ ഫസ്റ്റ് ആൻഡ് ഓഫ് കോഴ്സ് ദെൻ വേ പ്രോട്ടീൻ. പിന്നെ വേ പ്രോട്ടീൻ നമുക്ക് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ വേ പ്രോട്ടീനും അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് അല്ലാതെ. അതായത് വേ പ്രോട്ടീനിൽ ദേ ഹാവ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. അതിൽ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു 3 വാലിൻ, ലൂസിൻ, ഐസോലൂസിൻ. ഈ ലൂസിൻ നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് 5 to 6 hours വിൻഡോ ഇസ് വെരി ക്രൂഷ്യൽ. സോ നമ്മുടെ മസിൽ പ്രോട്ടീൻ സിന്തസിസ് റേറ്റ് വിൽ ബി വെരി ഹൈ. ആ സമയത്ത് തന്നെ നമ്മുടെ ബോഡിയുടെ ബയോ അവൈലബിലിറ്റി റേറ്റും ഹൈ ആയിരിക്കും. അതായത് വാട്ട് ഓവർ ഈ സപ്ലിമെൻറ്റ് ബോഡി എടുക്കുന്നതിൻ്റെ റേറ്റ് ഭയങ്കര ഹൈ ആണ്. ഈ പ്രോട്ടീൻ സിന്തസിസിൻ്റെ മോട്ടോർ പാത്വേനെ ഭയങ്കരമായിട്ട് സ്പീഡപ്പ് ആക്കാൻ ഈ പറഞ്ഞ പോലെ ലൂസിന് പറ്റും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ വൺ ഓഫ് ദ ലീൻ പ്രോട്ടീൻ സോഴ്സും ആണ്. എസെൻഷ്യൽ അമിനോ ആസിഡ് അതിലുള്ളത് കൊണ്ട് തന്നെ ഈ പോസ്റ്റ് വർക്കൗട്ട് വേ പ്രോട്ടീൻ ഭയങ്കരമായിട്ട് മസിൽ മാസ് ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ സ്റ്റഡീസിൽ പ്രൂവൺ ചെയ്തതാണ്. ഇൻട്രസ്റ്റിംഗ്. ഇത്രയും ഡീപ്പായിട്ടൊന്നും ആൾക്കാർക്ക് അറിയില്ലെങ്കിലും ബട്ട് വേ പ്രോട്ടീൻ ഒരു അത്ലീറ്റ് പെർസ്പെക്റ്റീവിലൊക്കെ നോക്കുന്നതാണെങ്കിൽ വിൽ ബി ഹെൽപ്പിംഗ് ദം. വേ പ്രോട്ടീൻ സ്റ്റീറോയിഡ് പോലത്തെ അങ്ങനത്തെ സാധനമേ അല്ല. വേ പ്രോട്ടീൻ ഇസ് എ വെരി നാച്ചുറൽ തിങ് വിത്ത് അമിനോ ആസിഡ്സ്. പ്രോട്ടീൻ ആണത്, പ്രോട്ടീനാണ്. അല്ലാണ്ട് അതിനൊരു നമ്മൾ പാല് കുടിക്കുന്ന ഒരാള് പിന്നെ വേ പ്രോട്ടീൻ പാലിൽ നിന്നാണ് വേ ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് പാല് കുടിച്ചിട്ട് അയ്യോ വേ പ്രോട്ടീൻ എന്ന് പറയേണ്ട ഒരാവശ്യമില്ല. ഇപ്പോൾ ഐ തിങ്ക് ഇടയ്ക്ക് വീഗൻ വേ പ്രോട്ടീൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പ്ലാൻ ബേസ്ഡ് വേ എന്ന് പറയുമ്പം നമ്മുടെ പാലിൽ നിന്നായി. പിന്നെ പ്ലാൻ ബേസ്ഡ് ഉണ്ട്, പി ബേസ്ഡ് ഉണ്ട്. വേ പ്രോട്ടീൻ ആസ് സച്ച് പാലിന്ന് വരുന്നതാണ് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പാലിൽ നിന്ന് എടുക്കുന്ന 2 ടൈപ്പ് പ്രോട്ടീൻ ഉണ്ട്, വേ ആൻഡ് കസൈൻ. ഓക്കെ, കസൈൻ കുറച്ചുകൂടെ സ്ലോ ഡൈജസ്റ്റീവ് ആണ്. പിന്നെ ഉള്ളതാണ് ഇപ്പോൾ പറഞ്ഞ പോലെ പി പ്രോട്ടീൻ, പി സിന്ന് എടുക്കുന്നത്. റൈസ് പ്രോട്ടീൻ ഉണ്ട്, അങ്ങനെ പ്ലാൻ ബേസ്ഡ് ഉണ്ട്, സോയ ബേസ്ഡ് ഉണ്ട്. പിന്നെ സ്റ്റേക്കിൽ നിന്ന് എടുക്കുന്നുണ്ട് ബീഫ് പ്രോട്ടീൻസ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇവിടെ ഇന്ത്യയിൽ നമുക്ക് അതിൻ്റെ ഇതില്ല, ഐ മീൻ ഇമ്പോർട്ടിങ് ഡ്യൂട്ടീസ്. ഈ ക്രിയാറ്റിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ക്രിയാറ്റിൻ അതിന്റെ അതേ പേരുള്ള വേറെ സാധനം ക്രിയാറ്റിനിൻ, അതാണ് നമ്മുടെ ബ്ലഡ് മാർക്കർ. അപ്പോൾ പലരും ഇത് സെയിം ആണ്. ക്രിയാറ്റിനിൻ യൂഷ്വലി നമ്മൾ പറയുന്നത് കിഡ്നി ഫംഗ്ഷന് അതിന് അളക്കാൻ വേണ്ടിയാണ്. ക്രിയാറ്റിനിൻ കൂടിയാൽ ദാറ്റ് മീൻസ് കിഡ്നിക്ക് എന്തോ ഇഷ്യൂ ഉണ്ട്. ക്രോണിക് കിഡ്നി ഫെയിലിയറിലാണ് സാധാരണ ക്രിയാറ്റിൻ എലിവേറ്റ് ആവുന്നത്. അപ്പോൾ ക്രിയാറ്റിൻ കഴിച്ചാൽ കിഡ്നിക്ക് ദോഷമല്ലേ? കംപ്ലീറ്റ് ഡിഫറെന്റ്. വൺ ഈസ് ക്രിയാറ്റിനിൻ, അതർ ഈസ് ക്രിയാറ്റിൻ.
നമ്മൾ ക്രിയാറ്റിൻ ആണ് എടുക്കുന്നത്, വിച്ച് ഇസ് നോട്ട് റിലേറ്റഡ് ടു ക്രിയാറ്റിൻ. അതിന്റെ മീൻസ് കുറച്ച് ലിങ്ക് ഉണ്ട്, പക്ഷേ ക്രിയാറ്റിൻ ഇസ് എ വെരി ഹാംലെസ് ആണ്, ആൻഡ് സേഫ് സപ്ലിമെന്റ്, നോട്ട് ടു ബി കൺഫ്യൂസ് വിത്ത് ക്രിയാറ്റിനിൻ. ക്രിയാറ്റിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു കുറച്ചുകൂടി സ്റ്റഡീസ് എന്ന് വെച്ചാൽ ഈ വർക്കൗട്ട് ഒന്നുമല്ല, മെൻ്റൽ ബ്രെയിൻ ഫെറ്റീഗിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ, അതായത് റിപ്പീറ്റേറ്റീവ് കാൽക്കുലേഷൻസ്, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർക്ക് ഒരു ഇപ്പം ആയിട്ട് അക്കൗണ്ടൻസോ അങ്ങനെയുള്ള ഭയങ്കരമായിട്ട് മെൻ്റൽ ഫെറ്റീഗ്നെസ്, ബ്രെയിൻ ഫെറ്റീഗ്നെസ് ചെയ്യുന്ന ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സപ്ലിമെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നോക്കുമ്പം ഈ പറഞ്ഞ പോലെ ഫെറ്റീഗ് റേറ്റ്, ബ്രെയിൻ ഫെറ്റീഗ് റേറ്റ് കുറയ്ക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റഡീസ് ഉണ്ട്. നമ്മൾ കോഗ്നേറ്റീവ് ഫംഗ്ഷൻ, പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ലേറ്റർ ഓൾഡർ പോപ്പുലേഷനും ക്രിയാറ്റിൻ സേഫ് ആണെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ബിക്കോസ് ഈ പറഞ്ഞ പോലെ സാർക്കോപ്പീനെ പ്രിവെൻറ്റ് ചെയ്യാൻ, മസിൽ ലോസ് വരാതിരിക്കാൻ ക്രിയാറ്റിൻ ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ ശരിക്കും സ്കൂളിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ നേരത്തെ അർജുൻ ബ്രോ പറഞ്ഞ പോലെ ഈ കിഡ്നി റിലേറ്റഡ് ഇഷ്യൂസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കിഡ്നി ഫംഗ്ഷൻ എക്സിസ്റ്റിംഗ് പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ഉള്ളവരാണെങ്കിൽ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റിന് മുന്നേ പിന്നെ ഫിസിഷ്യൻ്റെ അടുത്തൊരു സജഷൻ ചോദിക്കും, അവരോട് ചോദിക്കാൻ പറയും, എന്നിട്ട് എടുത്താൽ മതി എന്ന് പറയും. If you have any diseases or something, it's always better that Go with the physician medical opinion എടുത്തിട്ട് എടുക്കുന്നത്. അതാണ് നമ്മൾക്ക് എല്ലാവർക്കും ചെയ്യാൻ മടിയുള്ള ഒരു കാര്യം. നമ്മളൊരു ഫിസിഷ്യൻ്റെ അടുത്ത് പോയി അതിന് ഒരു മടിയും കൂടെ ആവശ്യമില്ല. ആക്ച്വലി ഇന്ത്യയിൽ ഒരു ഫിഷിനെ കാണാൻ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. രാവിലെ തീരുമാനിച്ച് ഉച്ചയ്ക്ക് വേണമെങ്കിൽ ഫിഷിനെ കാണാൻ പറ്റും. NHS-ലൊക്കെ ആണെങ്കിൽ you have to wait for like weeks or months to meet a physician. അല്ലെങ്കിൽ അതാണ് നമുക്ക് അത്രയും അവൈലബിലിറ്റി ഉണ്ട്, എന്നിട്ടാണ് നമ്മൾ മടിക്കുന്നത്. ഇറ്റ്സ് വെരി ചീപ്പ്. ഒരു ഇപ്പൊ ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ഫിഷിനെ കാണാൻ വേണ്ടി 300 രൂപയാണ്. അതും പിന്നെ അടുത്ത വിസിറ്റ് ഫോർ ദ നെക്സ്റ്റ് 2 weeks ഇസ് ഫ്രീ. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ ആൾക്കാർ മടി കാരണം നേരെ അങ്ങ് സ്വയം തീരുമാനിച്ച് ചെയ്യാണ്. നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇപ്പൊ എവിടുന്നോ കേട്ട അറിവുകൾ വെച്ചിട്ടേക്ക് നമ്മൾ ചെയ്യാം. ലൈക്ക് മൗഞ്ചാരോ പറഞ്ഞ പോലെ എന്റെ ഫ്രണ്ട് എടുത്തു, വെയിറ്റ് കുറയുന്നുണ്ട്, അത് എനിക്ക് പ്രശ്നമുണ്ട്, കിഡ്നിക്ക് പ്രശ്നമുണ്ട്, അതൊന്നും അവർ നോക്കുന്നില്ല. ഇറ്റ്സ് പ്രോബ്ലി ടേക്കൻ ഗ്രാൻഡഡ് ആണ് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം. ഒരിക്കലും കാരണം നമ്മുടെ ബൗണ്ടറീസിലല്ല, നമുക്ക് അതിനെക്കുറിച്ച് നോളജ് ഉള്ള. ഇപ്പോൾ ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഐഡിന്നോ, മസിൽ മറ്റേ റെസ്റ്റിംഗിൻ്റെ ഫേസിൻ്റെ ഇമ്പോർട്ടൻസും ക്രിയാറ്റിൻ്റെ ഇമ്പോർട്ടൻസും ഒക്കെ ഐഡിന്നോ. അതുപോലെ തന്നെ ഇറ്റ്സ് യു ഷുഡ് ഓൾവേസ് റെസ്പെക്ട് യുവർ ലിമിറ്റ്സ് ആൻഡ് യുവർ ബൗണ്ടറീസ്. ഇപ്പോൾ ഞങ്ങളുടെ ഫീൽഡിൽ റീഹാബ്സ് വരുമ്പോൾ ചിലർക്ക് ഈ ഫിസിയോസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. അഫ്കോഴ്സ് നമ്മൾ ഫിസിയോ, ഞാനിപ്പോൾ റീഹാബ് ചെയ്യുക ഫിസിയോ ആയിട്ട് കണക്ട് ചെയ്താൽ ഭയങ്കര ക്ലോസ് ആയിട്ട് കണക്ട്, ബിക്കോസ് ഇപ്പോൾ അവർ ഫിസിയോൻ്റെ അടുത്തും പോകുന്നുണ്ടാവും, എൻ്റെ അടുത്തും വരുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ഏതൊക്കെ മൂവ്മെൻറ്റിൽ പെയിൻ ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനത് ഫിസിയോ ആയിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, ഇന്ന മൂവ്മെൻറ്റ്സിൽ ദേ ഹാവ് എ ലിമിറ്റ്, അല്ലെങ്കിൽ ഇന്ന ഏരിയയിൽ പെയിൻ വരുന്നുണ്ട്. സോ ദാറ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയുക ക്രോസ് വർക്ക് ചെയ്യാൻ പറ്റും. യു ക്യാൻ സ്പെഷ്യലൈസ് ഇൻ യുവർ ഏരിയ ഓഫ് എക്സ്പെർട്ടീസ്. ഇങ്ങനെ എല്ലാം ഉണ്ട്. എനിക്കൊരിക്കലും ഒരു ഫിസിയോടെ ജോലി ചെയ്യാൻ പറ്റില്ല. സോ ലെറ്റ് ദം ഡു ദെയർ ജോബ്, റെസ്പെക്ട് ദം. വൺ ഇൻട്രസ്റ്റിംഗ് തിങ് ദാറ്റ് നമ്മൾ ആദ്യം മീറ്റ് ചെയ്ത സമയത്ത് യു ടോക്ട് അബൌട്ട് റാമ്പ്. നമ്മൾ ആദ്യം ബാഡ്മിൻ്റൺ കളിക്കാൻ വേണ്ടി പോയപ്പോൾ യൂഷ്വലി ഞാൻ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് ഷോൾഡർ ചെയ്യും, കുറച്ച് നെക്ക് ചെയ്യും, കുറച്ച് സ്ക്വാറ്റ്സ് ചെയ്യുന്നു, വേണമെങ്കിൽ ഒരു റൗണ്ട് 2 റൗണ്ടോ എല്ലാം ഓടിയിട്ട് നേരെ കളിക്കാൻ ഇറങ്ങുകയാണ്. പക്ഷേ ദാറ്റ് ഇസ് നോട്ട് ദ വേ ടു ഡു. അപ്പോൾ ഈ റാമ്പിനെ പറ്റി ഒന്ന് I found it very useful. അപ്പോൾ ഒന്ന് can you tell me about it? Ramp is one of a common protocol we use in warm up. അത് നമ്മൾ റാമ്പ് എന്ന് പറഞ്ഞാൽ റേസ്, ആക്ടിവേറ്റ്, മൊബിലൈസ്, പൊട്ടൻഷ്യേറ്റ്. സോ ഈ റേസ് എന്ന് പറയുന്നത് നമ്മുടെ യു സ്റ്റാർട്ട് ജോഗിങ് ആൻഡ് റേസിങ് യുവർ കോർ ടെമ്പറേച്ചർ. പിന്നെ A is for activation. Activation is very important. Very important. Especially before you go for any physical activity. അത് സ്പോർട്ട് എന്നല്ല, if you going for a gym as well, it's very important to activate the working muscle groups. ഏത് സ്പോർട്ടാണോ അതിൻ്റെ മസിലിനെ കോൺസെൻട്രേറ്റ് നമ്മൾ എന്തായാലും എല്ലാ മസിൽസും, എസ്പെഷ്യലി ഒരു കോൺടാക്ട് സ്പോർട്സോ അല്ലെങ്കിൽ ലൈക്ക് ഫുട്ബോൾ അല്ലെങ്കിൽ ഈവൻ ബാഡ്മിൻ്റൺ ആണെങ്കിൽ ഇറ്റ്സ് എ വെരി എന്താ പറയുക ഹൈ എഫേർട്ട് ആക്ടിവിറ്റി ഉള്ള സ്പോർട്ടാണ്. ഓഫ്കോഴ്സ് ഗ്രൂപ്പ് ഓഫ് മസിൽസ് ആക്ടിവേറ്റ് ആവും. ഇപ്പം ജിമ്മിൽ പോകുകയാണെങ്കിലും അന്നത്തെ വർക്കൗട്ട് എന്താണോ അതിന് നിങ്ങൾ യൂസ് ചെയ്യുന്ന മസിൽസ് എന്തായാലും പ്രീ ആക്ടിവേറ്റ് ചെയ്തേ പറ്റും. പിന്നെയുള്ളത് മൊബിലൈസേഷൻ. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുക ആഫ്റ്റർ റേസ് ഐ ഗോ ഫോർ മൊബിലൈസേഷൻ, then I go for active. So why? Because I have my own reason. എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ പ്രീവിയസ് വർക്കൗട്ടിൻ്റെ സോർനെസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ I'll use squat as an activation for my lower body. So due to the soreness of my previous exercise activity, I won't be able to go for the ideal range. So I'll do one thing, I'll do mobilize first, then I'll go for activation. Still I'm doing both. Then I'll go for potentiation. Potentiation എല്ലാവരും ചെയ്യണമെന്ന് ചോദിച്ചാൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇറ്റ്സ് ഗുഡ്. മോസ്റ്റ്ലി നമ്മൾ ചെയ്യുന്നത് ബിഫോർ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹൈ എഫേർട്ട്, ഒരു ഹൈ ഇൻറ്റൻസ് ആക്ടിവിറ്റി ലൈക്ക് ഒരു സ്പ്രിൻറ്റ് അല്ലെങ്കിൽ ഒരു ഒളിമ്പിക് ലിഫ്റ്റിംഗ് ടൈപ്പിൽ ഹൈ എഫേർട്ടിൽ അതിൽ പവർ സെഷൻസ് ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ അതിൻ്റെ സബ് മാക്സിമൽ ലെവലിൽ എനർജി സിസ്റ്റം ആണെങ്കിലും ഇതാണെങ്കിലും ഒന്ന് പൊട്ടൻഷ്യേറ്റ് ചെയ്യും. ദാറ്റ്സ് എ മെയിൻ റീസൺ. ഫോർ എക്സാമ്പിൾ ഇന്ന് എനിക്കൊരു സ്പീഡ് സെഷൻ ഉണ്ട്, ഐ എം ഗോയിങ് ഫോർ എ സ്പ്രിൻറ്റ്,
I'll just go for a sub-maximal sprint for 50 meters and all. അല്ലെങ്കിൽ ഇപ്പോൾ when I deal with athletes, ഇപ്പോൾ ഒരു അത്ലീറ്റ്സ് എന്നല്ല നോർമൽ പീപ്പിൾസിനാണെങ്കിലും ഞാൻ പ്ലയോമെട്രിക്സ് എക്സസൈസസ് ഒക്കെ കൊടുക്കും. പ്ലയോമെട്രിക്സ്. യെസ്, ലൈക്ക് ജമ്പിങ് എക്സസൈസ് ആൻഡ് ഓൾ. സോ അതിന് മുമ്പേ ഐ ഗോ ഫോർ അതിൻ്റെ അത്രയും എഫേർട്ട് ഇല്ലാത്ത ഒരു പ്ലയോമെട്രിക് പൊട്ടൻസിയേഷൻസ് കൊടുക്കും. സോ ദാറ്റ് ദേ ആർ പ്രിപ്പയർഡ് ഫോർ ദ മെയിൻ വർക്കൗട്ട്. മെയിൻലി ഇഞ്ചുറി ഉണ്ടായിരിക്കാൻ വേണ്ടി. ഐ റിമെമ്പർ യു ടെല്ലിങ് നമുക്ക് കോൺടാക്ട് സ്പോർട്സ് ഒക്കെ യു വിൽ ഗെറ്റ് ഇഞ്ചുറീസ്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ബാഡ്മിൻ്റൺ പോലത്തെ ഒക്കെ ആണെങ്കിൽ നമ്മൾ അക്യൂട്ട് ഇഞ്ചുറീസ് കുറേ നമുക്ക് കുറയും. ഐഡിയലി അങ്ങനെ ഇഞ്ചുറി ഉണ്ടാവാൻ പാടില്ല. ലൈക്ക് നീ ജോയിന്റ് പ്രശ്നങ്ങൾ അതൊക്കെ ദാറ്റ്സ് ബിക്കോസ് യു ആർ നോട്ട് കണ്ടീഷനിങ് യുവർ നീ ജോയിന്റ് ഇനഫ്. ഇഫ് യു ഡു ദ റാം ദ ചാൻസ് ഓഫ് കുറേ നമുക്ക് കുറയും, എസ്പെഷ്യലി അക്യൂട്ട് ഇഞ്ചുറീസ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബോഡി പ്രിപ്പയർഡ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി അത്രയും നമ്മൾ വിചാരിക്കുന്ന ഫാസ്റ്റ് മൂവിങ്ങിൽ വരണമെന്നില്ല. മസിൽസ് അത്രയും ഫാസ്റ്റായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. ഞാൻ വിചാരിച്ചിരുന്നത് ഇപ്പോൾ നമ്മളൊരു കോമ്പറ്റീഷന് പോവാണ്, അപ്പോൾ ഇത്രയും ഇതൊക്കെ ചെയ്താൽ നമ്മുടെ കുറേ എനർജി പോകും, പിന്നെ കളിക്കാൻ പോകുമ്പോൾ അത്ര ആ എനർജി കൂടി കളിയിൽ ഉപയോഗിക്കാം. അങ്ങനെ കുറേ എക്സസൈസും ചെയ്യണ്ട. എക്സസൈസ് ഷുഡ് ബി സ്പെസിഫിക് ദാറ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ എലമെൻസും വർക്ക് ആവണം. ബിക്കോസ് മസിൽസ് പ്രീ ആക്ടിവിറ്റിക്ക് മുന്നേ നന്നായിട്ട് വാംഡ് ആണേൽ ഫ്രം ദ ബിഗിനിങ് ഇറ്റ്സെൽഫ് ഇറ്റ് വിൽ വർക്ക് എഫിഷ്യൻ്റ്ലി. ഇപ്പോൾ നമ്മൾ മാരത്തോൺ പോകുമ്പോൾ അതിന് മുമ്പ് ചിലവർ നമ്മളൊന്ന് ചൂടാവണത്ര ചൂടായിട്ട് കാണിച്ചാൽ ഈ ചൂടാവുക എന്ന് പറയുന്നത് ബേസിക്കലി വാം ആവുകയാണ്. നമ്മൾ വാമപ്പ് ചെയ്താൽ ലിറ്ററലി ചൂടാവുക. മാരത്തോൺ പോകുമ്പോൾ സുംബ വർക്കൗട്ട് ചെയ്യാം. ഞാൻ ആദ്യം 1-2 പ്രാവശ്യം ഞാൻ 10 കിലോമീറ്റേഴ്സ് ഒക്കെ റൺ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ മാരത്തോൺ ഈ സുംബ ഞാൻ ചെയ്യാറില്ല. എന്തിനാ ഇപ്പോഴേ ക്ഷീണിക്കുന്നത്, എന്തായാലും 10 കിലോമീറ്റർ ഓടുമ്പോൾ നല്ല ക്ഷീണം വരും. അപ്പോൾ ഞാൻ ദാറ്റ്സ് വെരി റോങ് ആക്ച്വലി. ഇപ്പോൾ ഐ ഡു ഇറ്റ് പ്രോപ്പർ ഒരു 10-15 മിനിറ്റ്സ് നേരത്തെ പോവുക, കുറച്ച് വർക്കൗട്ട്. ഇപ്പോൾ ഒരു ഹാഫ് മാരത്തോൺ ഓടിയിരുന്നു. അപ്പോൾ ഞാൻ ലൈക്ക് യു സെഡ് ഞാൻ ഫുൾ പ്രീലോഡ് ചെയ്തു വിത്ത് കാർബ്സ് പ്രീവിയസ് 2 days. ഇലക്ട്രോലൈറ്റ്സ് സപ്ലിമെന്റ് ചെയ്തു, ഹൈഡ്രേഷൻ തലേദിവസം തന്നെ 2 ദിവസം മുന്നേ സ്റ്റാർട്ട് ചെയ്തു. മാച്ച് ഡേ എങ്ങനെയാണോ അല്ലെങ്കിൽ സ്പോർട്ട് ഡേ എങ്ങനെയാണോ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രീ മാച്ച് ഡേയ്സ് ഒക്കെ. നേരത്തെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഐ കുഡ് ഫീൽ ദ ഡിഫറൻസ്. നമുക്ക് ആ ഒരു പ്രോപ്പർ പ്രോട്ടോകോൾ വെച്ച് പോകുമ്പോൾ എന്താ പറയുക എഫിഷ്യൻസി ദാറ്റ് യു ഹാവ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ആൻഡ് ഐ കുഡ് ഫിനിഷ് ദ റേസ് ഇൻ ലൈക്ക് 36 minutes before my previous time. That's a big difference. എൻഡുറൻസ് സ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കാർബ് ലോഡ് ചെയ്യണം അല്ലെങ്കിൽ കാർബ് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നൊന്നും ചിലവർക്ക് ചെയ്യുന്നവർക്ക് അറിയില്ല. അതൊരു ലീഡ് ചെയ്ത് പറഞ്ഞു കൊടുത്ത് ഇപ്പം അർജുൻ ചേട്ടൻ ചെയ്തപ്പോൾ അർജുൻ ചേട്ടൻ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായി. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ പ്രീ മാച്ച് ഡേയ്സിൽ എത്ര കാർബ്സ് ലോഡ് ചെയ്യണം, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സിൻ്റെ ലോഡിങ് എത്രത്തോളം എൻഡുറൻസ് സ്പോർട്സിന് ഹെൽപ്പ് ചെയ്യും. All these are very small things that are very important. And പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാത്തതിൻ്റെ ഇഷ്യൂസ് ആണ്. നമ്മൾ we are subjecting our body to a strain that is not avoidable ആയിരുന്നു. And that's how we lead. ഞാൻ ചിലവർ കോമൺ ആയിട്ട് പറയുന്നത് വെച്ചാൽ ബാഡ്മിൻ്റൺ കളിക്കരുത്, ബാഡ്മിൻ്റൺ കളിച്ച് ഇഞ്ചുറി വരും. അങ്ങനെയൊന്നുമില്ല. ബേസിക്കലി ഒരു സ്പോർട്ടും അങ്ങനെ കളിച്ചതുകൊണ്ട് ഇഞ്ചുറി വരുന്ന സ്പോർട്ടല്ല. നമ്മൾ സ്പോർട്ട് ഈസ് ആക്ച്വലി സ്പോർട്ട്. നമ്മൾ റിക്രിയേഷണൽ പർപ്പസിന് യൂസ് ചെയ്ത് ഈ പറഞ്ഞ പോലെ പ്രോപ്പർ വാമപ്പ് ഇല്ല, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ആ സ്പോർട്ടിൻ്റെ മീറ്റപ്പിൻ്റെ അത്രയും ടെക്നിക്കൽ ആസ്പെക്ട്സ് നമ്മുടെ കയ്യിലില്ലാതെ അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ മൂവ്മെൻറ്റ് മെക്കാനിസം കറക്റ്റ് അല്ലാതെ വരുമ്പോഴാണ് ഇഞ്ചുറി വരുന്നത്. അല്ലാതെ ആ സ്പോർട്ടിൻ്റെ കുറ്റമല്ല. ഫോർ എക്സാമ്പിൾ ഇഫ് ഐ എം ട്രെയിനിങ് എ ബാഡ്മിൻ്റൺ അത്ലീറ്റ്, of course we'll be having ഈ പറഞ്ഞ പോലെ പ്ലയോമെട്രിക് സെഷൻ, ലാൻഡിങ് സെഷൻ, മെക്കാനിസം ഒക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ റിക്രിയേഷണൽ പർപ്പസ് വന്നാൽ പ്രോപ്പർ വാമപ്പ് ഒന്നും ചെയ്തിട്ടില്ല, പോയി ഒരു ജംപ് സ്മാഷ് ചെയ്യുന്നു, ലാൻഡിങ് സമയത്ത് കറക്റ്റ് ലാൻഡിങ് അല്ല, ഈസ് ഗെറ്റിംഗ് എ നീ കൊളാപ്സ്, മേ ബി വിൽ ഗെറ്റ് എ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ലിഗമെന്റ് ഇഞ്ചുറീസ്. അതാ സ്പോർട്ടിന്റെ കുഴപ്പമില്ല. സ്പോർട്ട് നമുക്ക് ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. നമ്മൾ കറക്റ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഇഞ്ചുറി വരുന്നത് വി കാൻ ബ്ലെയിം ദ സ്പോർട്ട്. ടോട്ടലി അഗ്രി. ഈ ഡബിൾ സർക്യൂട്ട് നമ്മൾ പോയിരുന്നു, വി വർ ലൈക്ക് പ്രോബ്ലി 10-12 പേര് നമ്മൾ ഉണ്ടായിരുന്നു ഒരു ടീമായിട്ട് പോയി. This is my second double circuit. Last time I did 4 or 5 I think out of 15 obstacles. ഒരു obstacle course ആണ്. So this time we started early, proper training ന് പോയിട്ട് I did 14 out of 15. ഒരെണ്ണം മാത്രം അത് ചെയ്യാൻ പറ്റും, ഒരു റോപ്പ് ക്ലൈംബ്, അതൊഴിച്ച് ബാക്കി 14 obstacles we did. And as a team most of us did lot of things. But that shows the എന്നിട്ടും I think more than 10 ഒക്കെ ചെയ്തു. I was first time ചെയ്തല്ലോ. അപ്പോൾ that shows the importance of guidance and കുറച്ച് training before you കുറച്ച് സയന്റിഫിക് ഇത് കിട്ടുകയാണെങ്കിൽ it makes a huge difference. അതിന് പകരം നമ്മളൊരു കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് തന്നെ എല്ലാ ദിവസവും ഒരു 1 കിലോമീറ്റർ ഓടുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഒരു എഫേർട്ട് എടുക്കുകയാണ്. പക്ഷെ അതല്ല അതിന്റെ ശരിക്കുള്ള ഫോക്കസ്ഡ് എഫേർട്ട്. എന്താണോ അതിന് സ്പെസിഫിക് ആയിട്ട് വേണ്ടത് അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്തിടയ്ക്ക് ഇറങ്ങിയ ഒരു കോൺട്രവേഴ്സിയൽ ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അതിനെപ്പറ്റി പിന്നെ കോൺട്രവേഴ്സിയൽ ആയൊരു റിയാക്ഷൻ വന്നു. ആ റിയാക്ഷനെ കോൺട്രവേഴ്സിയലായിട്ട് പിന്നെ കയറി വന്നൊരു സാധനമാണ് മസിൽ ബിൽഡിങ്ങിനെ പറ്റി. അപ്പോൾ മസിൽ ടയർ വന്നിട്ടാണ് മസിലിനെ ബിൽഡ് ചെയ്യിപ്പിക്കുന്നതെന്നും
അതങ്ങനെയല്ല, മസിൽ ടെൻഷൻ ആണ്, മസിൽ ടയർ ആയിട്ട് അതായത് സ്ട്രോങ് എന്ന് പറഞ്ഞിട്ട് ഇറക്കി. അപ്പോൾ കുറച്ച് അങ്ങനെ പിന്നെ യു സോ ദ സീരീസ് ഓഫ് തിങ്സ്. അപ്പോൾ ഞാൻ കുറച്ച് ഫോളോ ചെയ്യുന്ന ഇതിലായിരുന്നു. അപ്പോൾ എന്താ എൻ്റെ ആക്ച്വൽ ആസ് എ പേഴ്സൺ ഹു ഇസ് ബോത്ത് ഇൻ ടു ട്രെയിനിങ് ആസ് വെൽ ആസ് ഇത് ഹോളിസ്റ്റിക് ആയിട്ട് നോക്കുമ്പോൾ യു ആർ എ ബെറ്റർ പേഴ്സൺ ടു കമൻറ്റ് ഓൺ ദിസ്. വാട്ട് യു ഫീൽ അബൌട്ട് ദിസ്? ഇസ് ഇറ്റ് എ കോൺട്രവേഴ്സി ആൻഡ് ഇസ് ഒരാൾ തെറ്റാണോ അതോ ഓൾ ഓഫ് ദം പാർഷ്യലി റൈറ്റ്? എങ്ങനെയാണ്? അതിൽ ആരും തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ റിയാക്ട് ചെയ്തവർ പറഞ്ഞതും ശരിയാണ്. പക്ഷെ അവർ കുറച്ചുകൂടെ സയൻറ്റിഫിക് ഡീപ്പ് സയൻസിലേക്കാണ് പോകുന്നത്. ലൈക്ക് മെക്കാനോ റിസെപ്റ്റേഴ്സ്, നമ്മൾ ഈ പറഞ്ഞ പോലെ ആക്ടിൻസ്, മയോസിൻസ്. നമ്മളിവർ സാധാരണ ഒരാളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വളരെ കീപ്പ് ഇറ്റ് സിമ്പിൾ എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഇപ്പം ഞാനൊരു ക്ലയൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് ഓക്കെ യു ലിഫ്റ്റ് എ വെയിറ്റ്, ഇത്രയും മെക്കാനിക്കൽ ടെൻഷൻ വന്ന് അത്രയും ആക്ടിൻസ്, മയോസിൻസ്, ക്രോസ് ഫിലമെൻറ്റ്സ് ഒക്കെ വന്നാലേ മസിൽ ഫൈബേഴ്സ് റിക്രൂട്ട് ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കോംപ്ലിക്കേറ്റ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് കീപ്പ് ഇറ്റ് വെരി സിമ്പിൾ എന്നുള്ളതാണ്. മേ ബി അതായിരിക്കണം ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞത്. ലൈക്ക് യു വിൽ ഗെറ്റിംഗ് എ മൈക്രോ ടയേഴ്സ്, അത് റിക്കവർ ആകുമ്പോൾ മസിൽസ്, അതായിരിക്കണം അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. മൈ ഐഡിയൽ വേ ഈസ് ലൈക്ക് കീപ്പ് ഇറ്റ് വെരി സിമ്പിൾ. ബിക്കോസ് ഒരു സാധാരണ ഒരാൾക്ക് ഇത്രയും അനാറ്റമിക്കലോ അല്ലെങ്കിൽ ഡീപ്പ് ബയോമെക്കാനിക്കൽ നോളജ് ഉണ്ടായിരിക്കണം എന്നില്ല. ബേസിക്കലി മെഡിക്കൽ ജാർഗൺ നമ്മൾ ഈ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു അസുഖം ഡയഗ്നോസ് ഇതാണ് നിങ്ങളുടെ അസുഖം എന്ന് നമ്മൾ വളരെ ഡീപ്പായിട്ട് പറയും. ഇങ്ങനത്തെ ഇൻഫ്ലമേഷൻ ഇങ്ങനെ കൂടി, അപ്പോൾ അതുകൊണ്ട് WBC കൗണ്ട് കൂടി, അതിന്റെ സിസ്റ്റമിക് റെസ്പോൺസ് കാരണമുള്ള കുറച്ച് BP ഫോൾ ഉണ്ടായത് ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ ഒരു ഐഡിയയിലാണ്. എന്നിട്ട് ചോദിക്കും അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ, അങ്ങനെ തമാശയായിട്ടാണ്. പക്ഷെ ആക്ച്വലി ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ വളരെ അവരുടെ ലെവലിൽ വേണം സംസാരിക്കാൻ വേണ്ടി. ഒരു ലേമാനും മെഡിക്കലിൽ ഇത്ര വലിയ, അതുപോലെ തന്നെ ഈ ആക്ടിൻ മയോസിൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ വല്ലതും പഠിച്ചു അത്ര ഉള്ളൂ, അതിനെപ്പറ്റി നമുക്ക് വലിയ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും ടെക്നിക്കൽ ജാർഗൻ പറയുമ്പോൾ പീപ്പിൾ മൈറ്റ് നോട്ട് അണ്ടർസ്റ്റാൻഡ്, കൺഫ്യൂസ് ആവും. അപ്പോൾ മേ ബി അതായിരിക്കും അലക്സ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. മേ ബി പുള്ളി അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക കീപ്പ് ഇറ്റ് വെരി സിമ്പിൾ എന്ന് വെച്ചാൽ. മറ്റേ പുള്ളി റിയാക്ട് ചെയ്ത പുള്ളി തെറ്റല്ല, ബട്ട് ഹി ഈസ് എക്സ്പ്ലെയിനിങ് ഇറ്റ് ഇൻ എ പ്രോപ്പർ വേ, ഇൻ എ സയന്റിഫിക് വേ, ഗുഡ്. ബട്ട് ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഒരാളെ താത്തി പറഞ്ഞിട്ട് വേറെ ആളെ ഐ ഡോണ്ട് ഡു ദാറ്റ്. ഇറ്റ്സ് ബെറ്റർ റെസ്പെക്ട് എവറി വൺ ഈച്ച് അതേഴ്സ്. പിന്നെ എന്ന് വെച്ചാൽ സയൻസ് ഈസ് ഇവോൾവിങ്. മേ ബി നമ്മൾ പണ്ട് എല്ലാവരും കേട്ടിരുന്നതും ഈ ഒരു സാധനമാണ്, മസിൽ ഫൈബേഴ്സ് ഇങ്ങനെ ബ്രേക്ക് ആവുന്നു, നമ്മൾ പ്രോട്ടീൻ ഉറങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മസിൽ, അതിങ്ങനെ സ്റ്റഡീസ് മാറിക്കൊണ്ടിരിക്കും. നൗ ഇറ്റ് കംസ് വിത്ത് മെക്കാനോ റിസെപ്റ്റേഴ്സ്, ഈ പറഞ്ഞ പോലെ ചൂടെ ബ്രീഫായി ഡീപ്പായി. സോ nobody is actually wrong. ആ സമയത്ത് എന്താണെന്നുള്ളതനുസരിച്ചിട്ട് ഹിസ് ഇന്റൻഷൻസ് വാസ് മേ ബി കീപ്പ് ഇറ്റ് വെരി സിമ്പിൾ. നമുക്ക് അറിയില്ല, മേ ബി ഹി ഓൾസോ നോ ദ മെക്കാനോ റിസെപ്റ്റേഴ്സ്. പുള്ളി അത് അവിടെ പറഞ്ഞില്ല, ഹി മേഡ് ഇറ്റ് വെരി സിമ്പിൾ. അപ്പം നമുക്കത് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഫിറ്റ്നസിനെ പറ്റി പറയുകയാണെങ്കിൽ വാട്ട് ഈസ് എൻ ഐഡിയൽ, ആരാണ് ഏറ്റവും ഫിറ്റ്? ഇപ്പോൾ മാരത്തോൺ ഓടുന്ന ആളാണെങ്കിൽ ഹി ലുക്സ് വെരി ലീൻ. ഓരോ മസിലും നമുക്കിങ്ങനെ കാണാം, ഒട്ടും ബൾക്കപ്പ് അല്ല, ഈസ് വെരി ലീൻ. ഒരു പവർ ലിഫ്റ്റിംഗ് ഉള്ള ആൾ, കംപ്ലീറ്റ് മസിൽസ്, നല്ല സൈസ് ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്കുള്ള കുറേ ആൾക്കാരാണ്. അപ്പോൾ ഹൂ ഈസ് ആക്ച്വലി ഫിറ്റ്? സിമ്പിളായിട്ട് പറയുന്ന ടേംസ്, ഫിറ്റ്നസ് ഈസ് നോട്ട് സ്റ്റാറ്റിക്, ഇറ്റ് ഇവോൾവ്സ്. പിന്നെന്ന് വെച്ചാൽ നമ്മളൊരു സ്പോർട്ട്, എസ്പെഷ്യലി സ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ ആ സ്പോർട്ടിൽ ആരാണോ ഫിറ്റ്, നമുക്ക് ഐ കംസ് ഓൺ എ ഫസ്റ്റ് ഓൺ എ മാരത്തൺ, ഐ എം ഫിറ്റ് ഇൻ ദാറ്റ് സ്പോർട്ട്. അതേ മാരത്തൺ പ്ലെയറിനെ ഞാൻ കൊണ്ടുപോയിട്ട് പവർ ലിഫ്റ്റിംഗ് ഏൽപ്പിച്ച ഹി കൺ ഡു ദാറ്റ്. സെയിം ഇഫ് ഐ ടേക്ക് ദിസ് ഗായ് ഇൻ ടു ദിസ് വെയിറ്റ് ലിഫ്റ്ററിനെ എടുത്ത് മാരത്തോൺ ഓടാൻ പറഞ്ഞാൽ പറ്റില്ല. സോ ഓൺ ദ റെസ്പെക്റ്റീവ് സ്പോർട്ട് ദേ മൈറ്റ് ബി ഫിറ്റ്. അതേ പറഞ്ഞ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഓക്കെ എൻ്റെ ഒരു 20ാമത്തെ വയസ്സിൽ എനിക്ക് പറഞ്ഞ കുറേ മസിൽ ബിൽഡ് ചെയ്യലും ഇതൊക്കെയാണ് ഫിറ്റ്നെങ്കിൽ. ഒരു 60 വയസ്സ് 70 വയസ്സാകുമ്പോൾ ഫിറ്റ്നസ് എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചോളം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അയാളുടെ ആക്ടിവിറ്റീസ് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ടോയ്ലറ്റിൽ പോവുക, ഇതൊക്കെയായിരിക്കും ഫിറ്റ്നസ്. പിന്നെ ഈ പറഞ്ഞ പോലെ വെൻ ഇറ്റ് കംസ് ടു സ്പോർട്സ് സ്പെസിഫിക് ദ ഫിറ്റ്നസ് യു ഹാവ് ടു മീറ്റ് അപ്പ് ദ ബയോമോട്ടർ എബിലിറ്റീസ് ഓഫ് ദാറ്റ് സ്പോർട്ട്. പിന്നെ അതായത് ഇപ്പോൾ ഒരു ബാഡ്മിൻ്റൺ പ്ലെയറിനെ സംബന്ധിച്ചോളം സ്പോർട്സ് സ്പെസിഫിക് ഡിമാൻഡ് അല്ല ഒരു പവർ ലിഫ്റ്റർ, അതല്ല ഒരു സ്വിമ്മർ. അപ്പോൾ അവരവരുടെ അതൊരു സ്പോർട്സ് സ്പെസിഫിക് ആയി. ഞാനൊരു ജനറൽ എല്ലാവരും ഫിറ്റ്നസ് എന്ന് പറയുക അവരവരുടെ ആക്ടിവിറ്റി ഡെയിലി ചെയ്യാൻ പറ്റുക, പെയിൻ ഇല്ലാതെ മൂവ്മെൻറ്റ് ഓഫ് റേഞ്ച് ഓഫ് മോഷൻ ഈസ് ഗുഡ് ഓൺ ദെയർ ജോയിൻറ്റ്സ്. പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള ഫങ്ഷൻസൊക്കെ കുഴപ്പമില്ലാതെ ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലൈഫ് മീറ്റപ്പ് ചെയ്യുമ്പോൾ ദാറ്റ്സ് ഓക്കെ. പിന്നെ ബ്ലഡ് മാർക്കേഴ്സ് ഷുഡ് ബി ഓൺ എ നോർമൽ പാരാമീറ്റേഴ്സ്. നമുക്ക് ഒരിക്കലും ഫിറ്റ്നസ് ഇന്നതാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഡിപ്പെൻസ് അപ്പോൺ വാട്ട് യു നീഡ് ഓർ വാട്ട് യുവർ ഡിമാൻഡ്. എക്സാക്ട്ലി. ഈ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ഹൈ ഡെൻസിറ്റി സ്പോർട്ട്, ഫോർ എക്സാമ്പിൾ മാരത്തോൺ അല്ലെങ്കിൽ ഇൻഡോർസ് ഒക്കെ പോയിട്ട് ഇഞ്ചുറീസ് ഉണ്ടാവാം. ഈവൻ ആഫ്റ്റർ എനി പ്രിപ്പറേഷൻ ഇഞ്ചുറീസ് ഉണ്ടാവാം. അപ്പോൾ റിക്കവറി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ വാട്ട് ഈസ് യുവർ എന്താ, ഇപ്പോൾ ഒരു ലിഗമെൻറ്റ് ഇഞ്ചുറി ആണെന്ന് വിചാരിക്കുക, ചെറിയൊരു ലിഗമെൻറ്റ് ഇഞ്ചുറി, സർജറി ഒന്നും വേണ്ട, അങ്ങനത്തെ ആണെങ്കിൽ വാട്ട് ഈസ് യുവർ റിക്കവറി എന്താ അഡ്വൈസ് ചെയ്യുന്നത്? റിക്കവറി ഇനീഷ്യൽ ഫേസസിൽ നമ്മൾ റെസ്റ്റ് എന്തായാലും പ്രിസ്ക്രൈബ് ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ മുമ്പൊക്കെ നമ്മൾ റെസ്റ്റ് മാത്രം പറയാം. നോ യു ഹാവ് ടു ഡു മൂവ്മെൻറ്റ്. ഓക്കെ,
അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നല്ല ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉള്ള സമയത്താണ് ഇഞ്ചുറി പറ്റിയ ഒരു ഇനീഷ്യൽ ഡേയ്സിൽ ഓക്കെ റെസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞാൽ ഓക്കെ ഇഫ് യു ആർ ഡൂയിങ് എനി ഫിസിയോ സെഷൻസ് എന്നുള്ള അതിൻ്റെ കൂടെ യു ഹാവ് ടു സ്റ്റാർട്ട് മൂവ്മെൻറ്റ്സ് പ്ലസ് സ്ട്രെങ്ത്. അപ്പോഴാണ് അത് ഇഞ്ചുറി റിക്കവർ ആവുക ഫാസ്റ്റ് ആവുക. മാത്രമല്ല ഇല്ല റെസ്റ്റ് മാത്രമല്ല. ഇപ്പോൾ സ്റ്റഡീസ് പറഞ്ഞു വെച്ചാൽ വെൻ യു ഡൂ മൂവ്മെൻറ്റ്സ് നമ്മുടെ നാച്ചുറൽ പെയിൻ കില്ലേഴ്സ് എൻഡോർഫിൻസ് ഒക്കെ ബോഡി തന്നെ റിലീസ് ചെയ്യും. Again, blood circulation will be more on the specific region, so that blood is carrying the nutrients for the ഈ പറഞ്ഞ പോലെ റിക്കവറി ഇമ്പ്രൂവ് ചെയ്യാനും ഈ ഹീൽ ആവാനുള്ളതും എല്ലാം ക്യാരി ചെയ്യുന്നത് ബ്ലഡിലെ കൂടിയാണ്. സോ എവറിഥിങ് വിൽ ബി ഈ മൂവ്മെൻറ്റ് സ്പെസിഫിക്കിലാണ്. ഞങ്ങളുടെ മെഡിക്കൽ ടേമിൽ ഇപ്പോൾ കാലിന് ഇപ്പോൾ ഒരു ഇഞ്ചുറി ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാസ്റ്റ് ഇടുമല്ലോ, പ്ലാസ്റ്റർ കാസ്റ്റ് ഇടുന്നു. പ്ലാസ്റ്റർ കാസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഇഫ് യു ഡോണ്ട് കുറേ നാൾ ഇട്ടു പിന്നെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക വിത്തൗട്ട് മൊബിലിറ്റി, ആ ബോൺസ് കുറച്ച് ഡീമിനറൈസേഷൻ ഉണ്ടാവും. റിഫ്ലെക്സ് ഓസ്റ്റിയോ ആർത്രോപ്പതി, അതായത് ആ അത്രയും ഭാഗത്ത് ആ കാലിൻ്റെ ആ എല്ലുകൾ ഭാഗത്തിലെ എല്ലുകൾ കുറച്ച് ഡീമിനറൈസ്ഡ് ആവും, ഫ്രാക്ചർ ആവാൻ ചാൻസ് കൂടുതലാണ്. സോ ബിയോണ്ട് എ പോയിന്റ് ജസ്റ്റ് റിക്കവറി അലോൺ, അതായത് ഇമ്മൊബിലൈസേഷൻ അലോൺ മൈറ്റ് ആക്ച്വലി ഡു മോർ ഹാം. അപ്പോൾ RSO ഒക്കെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ യു നീഡ് ടു മൊബിലൈസ്. അതായത് റിക്കവറി ഇസ് ഇമ്പോർട്ടൻറ്റ്, റെസ്റ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ റെസ്റ്റ് മാത്രം എടുത്ത് ഫുള്ള് ശരിയാവുന്ന റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൺലി ആക്ച്വലി ഗോയിങ് ടു. ഇപ്പോൾ പ്ലാസ്റ്റർ കാസ്റ്റ് ഒക്കെ ഇട്ട കയ്യിലൊക്കെ കാസ്റ്റ് ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞ് മുമ്പ് അഴിക്കുമ്പോൾ രണ്ട് കൈ തമ്മിൽ ബന്ധം ഉണ്ടാവില്ല. ഇത് മസിൽ കംപ്ലീറ്റ് അട്രോഫി ആയി. മസിൽ നീഡ്സ് മൊബിലൈസേഷൻ ആൻഡ് മൂവ്മെന്റ്, അല്ലെങ്കിൽ മസിൽ നമുക്ക് ഇപ്പോൾ ചില എൻ്റെ ഒരു ക്ലയൻസിനൊക്കെ എന്തെങ്കിലും ഒരു ഇഞ്ചുറി വന്നാലും ഞാൻ റീകണ്ടീഷനിങ് എന്ന് പറയും. ലൈക്ക് ഇപ്പോൾ ഓക്കെ ഈസ് ഗെറ്റിംഗ് എൻ ആംഗിൾ ഇഞ്ചുറി, അത് മാറുന്നവരെ ബാക്കി വർക്കൗട്ട് ചെയ്യാതിരിക്കാൻ ഞാൻ പറയും. യു കം ടു ദ ജിം, യു ഡു എ സീറ്റഡ് പൊസിഷൻ, ബാക്കിയുള്ള എക്സസൈസ് ചെയ്യുക. സോ ദാറ്റ് അവിടെ വരുന്ന എട്രോഫി പോലെ തന്നെ നമ്മൾ ഇനാക്റ്റീവ് ആയിരിക്കുമ്പോൾ ബാക്കി മസിൽസും എട്രോഫി വരും. അവിടെ റെസ്റ്റ് കൊടുക്കുമ്പോൾ ബാക്കി എല്ലാ അപ്പോൾ യു കീപ് ഇറ്റ് സേഫ്. ബാക്കിയുള്ള മസിൽസ് യു ക്യാൻ ട്രെയിൻ ഓൺ എ സേഫർ വേ, അവോയ്ഡ് ജമ്പിങ്സ് ലാൻഡിങ്സ് ആൻഡ് ഓൾ. യു ട്രെയിൻ എ സ്റ്റഡി സ്റ്റേറ്റ് എക്സസൈസ് സോ ദാറ്റ് ബാക്കിയുള്ള മസിൽസിൻ്റെ എട്രോഫി യു ക്യാൻ പ്രിവെൻറ്റ്. നമ്മളൊരു ഇഞ്ചുറി വന്നെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഡിപ്പെൻസ് ഇഫ് ഇറ്റ്സ് എ വെരി സിവിയർ ഇഞ്ചുറീസ് ആൻഡ് ഓൾ, ചെക്ക് വിത്ത് ദ ഫിസിഷ്യൻ. ആൻഡ് വൺ മോർ തിങ്, കുറച്ച് റിലേറ്റഡ് ആയിട്ട്, പ്രഗ്നൻസി ഡു യു അഡ്വൈസ് ഇപ്പോൾ ആദ്യത്തെ 2 മാസം കഴിഞ്ഞാൽ പിന്നെ വർക്കൗട്ട് ചെയ്യണ്ട അതോ ചെയ്യണം? വർക്കൗട്ട് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല, ബട്ട് ഒരു സൂപ്പർവൈസ്ഡ് പ്രോഗ്രാം ആയിരിക്കണം. അതായത് പ്രോഗ്രാം ഷുഡ് ബി ഭയങ്കര ഇമ്പാക്റ്റ് ആക്ടിവിറ്റീസ് ഒന്നും കൊണ്ടുവന്ന് ഡിസ്റ്റർബ് ആവാത്ത രീതിയിൽ പ്രോഗ്രാം ടൈലേർഡ് ആയിരിക്കണം എന്ന് മാത്രം. കുറച്ച് വർക്കൗട്ട് ഈസ് ഗുഡ്. വർക്കൗട്ട് സ്റ്റഡി, യു കൻ ഡു സ്റ്റഡി സ്ട്രെയിറ്റ്. നമുക്കിപ്പോൾ സീറ്റഡ് എക്സസൈസോ സീറ്റഡ് എന്നല്ല, യു കൻ ഡു നോർമൽ ഫങ്ഷൻ എക്സസൈസ് ഒക്കെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഭയങ്കര ഓവർ ഇമ്പാക്ട് അതുപോലെ ഹൈ ഇൻറ്റൻസ് ആക്ടിവിറ്റീസ് ചെയ്യാതിരിക്കുക. ബിക്കോസ് ഈ ആക്ടിവിറ്റി സൈഡ് നോക്കാതെ തന്നെ ബാക്കി സൈഡ് നോക്കുന്നത് ദേ വിൽ ബി മോർ ടയർഡ്നെസ് ഒക്കെ ആയിരിക്കും ചിലവർക്ക് പ്രഗ്നൻസി ടൈമിൽ. അപ്പോൾ അതുകൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ബിക്കോസ് അഗെയിൻ ദേ കമ്മിങ് ഫോർ എ ഫിസിക്കൽ ആക്ടിവിറ്റി, ഇറ്റ് വിൽ ബാക്കിയുള്ള ത്രൂ ഔട്ട് ദ ഡേ അഗെയിൻ ദേ വിൽ ബി ഹോൾ ടയർഡ് ആണ്. അപ്പോൾ പ്രോഗ്രാമിങ്ങിൻ്റെ വോളിയം നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, മേ ബി ദ ഫ്രീക്വൻസി അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എൻ എസ്. ഫിറ്റ്നസിനെ പറ്റി കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. വൺ മെയിൻ റീസൺ വൈ ഐ ജോയിൻഡ് അമൽസ് പ്രോഗ്രാം വാസ് ദാറ്റ് അമൽ നോസ് എ ലോട്ട് ഓഫ് സ്റ്റഫ് ദാറ്റ് നമ്മൾ ഇപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് സർജനാണ്. അപ്പോൾ ഐ ടേക്ക് പ്രൈഡ് ഇൻ നോയിങ് ബോഡി അനാറ്റമി വെരി മച്ച്, ഓരോ മസിലിൻ്റെ ഇൻസേർഷൻ ഒറിജിൻ. അപ്പോൾ ഒരു സെഷൻ ആദ്യം ബാഡ്മിൻ്റൺ കളിക്കാൻ പോയപ്പോൾ യു ടോൾഡ് മീ അബൌട്ട് സ്റ്റിഫ്നെസ്. അപ്പോൾ മസിൽ ഗ്രൂപ്പ്സ് എല്ലാം ഇവിടുത്തെ തൈല മസിൽസ് അക്രോസ് ദ ബോൺ ആണ് യൂഷ്വലി ഒറിജിനൽ ഇൻസർഷൻ. പക്ഷേ റെക്ടസ് ഫിമോറസ് എന്ന് പറഞ്ഞൊരു മസിലുണ്ട്, ഈ ക്വാഡ്രിസെപ്സിലെ 4 ക്വാഡ്രിസെപ്സിലെ ഒരെണ്ണത്തിൽ ഇത് ഇൻസേർട്സ് ഇൻ ടു ദ ഫീമർ ആസ് വെൽ. അപ്പോൾ അത് ഈസ് വൺ ഓഫ് ദ മെയിൻ റീസൺ ഫോർ സ്റ്റിഫ്നെസ് ഓഫ് ദ നീ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് ഐ ഫൗണ്ട് ഇറ്റ് വെരി ഇംപ്രസീവ്. കാരണം ഇത്രയും നോളേജ് ഫോർ എ കോച്ച്, ഫോർ എ നോൺ മെഡിക്കൽ പേഴ്സൺ, ആൻഡ് യു ടോക്ട് അബൌട്ട് ഗോൾഗി ടെൻഡൻ ബോഡീസ്. അത് വളരെ വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയുന്ന സാധനങ്ങളാണ്. അപ്പോൾ യു നോ യുവർ സ്റ്റഫ്. ദാറ്റ്സ് ഹൗ ഐ ജോയിൻഡ് ആൻഡ് മൈ ഫ്രണ്ട്സ് ജോയിൻഡ്, മൈ വൈഫ് ജോയിൻഡ്. ഇപ്പോൾ കുറേ പേരായി ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ കുറേ പേരായി. ആൻഡ് പലർക്കും പല ആവശ്യങ്ങളാണ്. അപ്പോൾ ഡോക്ടർ വിഷ്ണു ഹി വാണ്ട്സ് മോർ ഓഫ് മൊബിലിറ്റി, ഹീസ് എ ബാഡ്മിൻ്റൺ പ്ലെയർ. ചിലർക്ക് പ്രഗ്നൻസിക്കുള്ള ഇതാണ്, ചിലർക്ക് എൻഡ്യൂറൻസിന് വേണ്ടിയാണ് സ്പോർട്സ്, ചിലർക്ക് ഹൈറോക്സ് പോകാൻ വേണ്ടിയാണ്. പലർക്കും പല ടൈപ്പാണ്. ആൻഡ് പല ടൈപ്പ് ആൾക്കാർക്കും പല പ്രോഗ്രാം ഇങ്ങനെ ഇന്നത്തെ ചില ജിമ്മിലുണ്ടാവും ഇന്ന് ചെയ്യേണ്ടത് 12 ഇത് അങ്ങനെയല്ല. ഇറ്റ്സ് കസ്റ്റമൈസ്ഡ് ടു ഈച്ച് പേഴ്സൺ. ആൻഡ് ഈച്ച് പേഴ്സണിന്റെ ഡിമാൻഡ് എന്താണോ, വാട്ട് ദേ നീഡ്, വി ഷുഡ് ബി പ്രോഗ്രാമിംഗ് അക്കോർഡിംഗ് ടു ദാറ്റ്. അല്ലാതെ
എനിക്ക് എന്ത് ഇഷ്ടം എന്നുള്ളതല്ല ഞാനൊരു ക്ലയൻറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. വാട്ട് ദേ നീഡ് ഐ ഷുഡ് ബി ടൈലറിങ് ദ പ്രോഗ്രാം അക്കോർഡിംഗ് ടു ദാറ്റ്. Absolutely. And one more thing is you look after each person's diet. അതെങ്ങനെ ഇത്രയും പേരുടെ നോക്കുന്നത് എനിക്ക് അറിയില്ല. But you monitor each person's diet every day for the entire time. അപ്പോൾ which is ചില കുറച്ച് മോട്ടിവേറ്റഡ് ആൾക്കാരായിട്ട് റിയലി ഹെൽപ്സ് ദം ഗെറ്റ് ബാക്ക് ഇൻ ടു എ ഫിറ്റ്നസ് റെജീം. ചിലർക്ക് ഒരു പുഷിട്ട് ആവശ്യം ഉണ്ടാവുള്ളൂ. അതെ, എനിക്ക് പ്രത്യേകിച്ച് അതായിരുന്നു വേണ്ടത്. ഇപ്പോൾ ദ തിങ്സ് ദാറ്റ് യു ക്യാൻ ഡു വിത്ത് കുറച്ചൊരു സയൻറ്റിഫിക് അഡ്വൈസ് കിട്ടിക്കഴിഞ്ഞാൽ ദ വേ ദാറ്റ് യു അപ്രോച്ച് എ സ്പോട്ട് ആൻഡ് ദ എഫിഷ്യൻസി ദാറ്റ് യു ഹാവ് ഇസ് മൾട്ടിപ്ലൈഡ്, എക്സ്പൊണൻഷ്യലി മൾട്ടിപ്ലൈഡ്. ഐ ക്യാൻ വൗച്ച് ഫോർ ദാറ്റ്. സോ ഇറ്റ് വാസ് വെരി useful for me also to have this session. Thank you so much, Thank you Avan. so much for the space as well. We'll meet you again. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് we'll again do one more session. ഇപ്പം വളരെ ബേസിക് ആയിട്ടുള്ള സെഷനാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. Thank you so much for coming and thank you for enlightening us on the world of fitness. Thank you so much.